പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ആരാനുക്രമത്തിൽ നമ്മൾ ശ്രീഹാക്കാലം 6-ാം ഞായറാഴ്ചയ്ക്ക് പ്രവേശിക്കുകയാണ്. പെട്ടെന്ന് ഗതിവേഗം മതി ഭയങ്കരമാണ്, നമുക്കറിയാം. പെട്ടെന്ന് ശ്രീഹാക്കാലം തുടങ്ങിയുള്ളൂ, അതുകൊണ്ട് തീരാറായി വരികയാണ്. അതേസമയത്ത് അതിന് സന്ദേശം നമ്മളുള്ള എന്ത് പതിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നാം പരിശോധിക്കണം. സ്ലീഹന്മാരുടെ നടപടിക്രമമാണ് കൂടുതൽ വായനയിൽ വരിക. ശ്രീഹാക്കാലത്ത് സ്ലീഹന്മാർക്ക് ലഭിച്ചുള്ള സന്ദേശവും ആ ഉപദേശവും കമാൻഡും നമുക്ക് ബാധകമായ കാര്യമാണ്. പോകുവിൻ, സുവിശേഷം അറിയിക്കുവിൻ. ലോകമെങ്ങും പോയി കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കാൻ നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യം പലപ്പോഴും നമുക്ക് ആ മിഷണറി ചൈതന്യം ഡയമെൻഷൻ ഇല്ലാണ്ട് പോകുന്നു എന്നൊരു സത്യമാണ്. നമ്മളൊരു എത്നിക് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അങ്ങോട്ട് ജീവിച്ചാലും അത് ക്രിസ്തീയ ജീവിതമാവുകയില്ല. അങ്ങനെ ആയിപ്പോകുന്നു. പാരമ്പര്യം കൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചിട്ടകളും ക്രമങ്ങളൊക്കെ പാലിച്ച്, അല്ലെങ്കിൽ ചില ഒരു വർഷത്തിൽ കുറച്ച് അനുഷ്ഠാനങ്ങളൊക്കെ നടത്തി, ആഘോഷമായ തിരുനാളുകൾ നടത്തി, പിന്നെ നോമ്പ് നടത്തി, ഉപവാസം പ്രാർത്ഥനയൊക്കെ നടത്തി, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ യാചന പ്രാർത്ഥനയും കാറസൂസയൊക്കെ ആയിട്ട് നടന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് മധ്യസ്ഥന്മാരെയൊക്കെ അന്വേഷിച്ച് പിടിച്ചു പോകുന്ന അങ്ങനെയൊക്കെ ഒരു ജീവിത രീതിയിലേക്ക് പോകുന്നതാണ് എത്നിക് കമ്മ്യൂണിറ്റി എന്ന് ഞാൻ പറയും. അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ക്രൈസ്തവ സമൂഹം എന്ന നിലയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് കമാൻഡ് ആൻഡ് ലാസ്റ്റ് കമാൻഡ്, ഗോ ആൻഡ് പ്രീച്ച്. രക്ഷയുടെ സുവിശേഷം ലോകത്തെ മുഴുവൻ അറിയിക്കാനാണ് പറഞ്ഞിരിക്കുക. മറ്റൊരുവനിൽ രക്ഷയില്ലെന്ന്. മറ്റൊരുവനിൽ രക്ഷയില്ല. ആകാശത്തിന്റെ കീഴെ മനുഷ്യന്റെ ഇടയിൽ ഈശോ എന്ന നാമമില്ലാതെ മറ്റൊരു നാമം വയ്ക്കപ്പെട്ടിട്ടില്ല എന്നുള്ള പരമസത്യം നടപടിപുസ്തകത്തിന് 4-ാം അധ്യായം 12-ാം അധ്യായത്തിൽ പറയുന്നത്. അത് ബാധകമല്ലേ? നമുക്കല്ലേ? നമ്മൾ പറഞ്ഞാലേ ആൾ കേൾക്കുള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ ആര് കേൾക്കും? പൗലോസ്ലീഹ പറഞ്ഞ പോലെ ഐക്യപ്പെടാതെ ഇങ്ങനെ പ്രസംഗിക്കാതെ കേൾക്കാതെ അങ്ങനെ വിശ്വസിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള നമ്മുടെ വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഒരവസ്ഥ നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു സത്യമല്ലേ? പരമമായ സത്യം. അത് കുടുംബപരമായി എല്ലാവരും പോയി സന്യാസികളും വൈദികരുമാണോ എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവം മാറി വരേണ്ടതല്ലേ? എവിടെയും സാക്ഷ്യം വഹിക്കാൻ പറ്റേണ്ടതല്ലേ? നമ്മുടെ വിശ്വാസം പരസ്യമായിട്ട് എവിടെയും പറയുന്നതിന് എന്താ ഇത്ര ചലിപ്പ്, എന്താ ഇത്ര മടി? നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ, നമ്മൾ നേതൃത്വത്തിലുള്ളവർ പോലും ഇങ്ങനെ വിശ്വാസ കാര്യം പറയുമ്പോൾ അയ്യോ അതൊക്കെ നമുക്ക് വർഗീയതയല്ലേ, അതുകൊണ്ട് ഇതൊന്നും പറയാൻ പാടില്ല, നമുക്ക് മാത്രമേ ഉള്ളൂ ഇതൊക്കെ. അവനവൻ്റെ വിശ്വാസം പറയുന്നതിൽ ആർക്കും ഒരു തെറ്റുമില്ല. മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ടായി പറയും, ആദരിച്ചുകൊണ്ടായി പറയും. വളരെ കൃത്യമായിട്ട് പറയുന്ന പലർക്ക് വളരെ ചുരുക്കം നേതാക്കന്മാരെ നമുക്കുള്ളൂ, വളരെ ഇല്ലെന്ന് പറയുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരാധനക്രമ ജീവിത ഒരു ക്രമം, ഒരു അനുഭവമായിട്ട് തീരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകണം. അത് നമ്മുടെ അനുഷ്ഠാന പ്രക്രിയയിലൂടെ ലഭിക്കുന്ന വൈകാരിക തൃപ്തി മാത്രം പോരാ. അച്ഛൻ്റെ നല്ല പാട്ട് കുർബാന ഭയങ്കരമായ, എന്നൊരു ശബ്ദം എത്ര സുന്ദരമായിരിക്കുന്നു, അതൊക്കെ കൊള്ളാം. ഈ പറച്ചിലും കമൻറ്റും ഒക്കെ നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ഗായക സംഘം എത്ര ഭംഗിയായിരിക്കുന്നു, നല്ല പരിപാടി എത്ര കേന്ദ്രമായി, പെരുന്നാളിലെല്ലാം കറക്റ്റ് കൃത്യമായി ടിപ്പ് ടോപ്പായിട്ട് നടത്തിക്കൊണ്ട് പോയില്ലേ, എത്ര ഗംഗാവമായിരിക്കും കാര്യം. ഇതൊക്കെ വെറും മാനുഷികമായിട്ടുള്ള രീതിയിലാണ് നാം പരിഗണിക്കുന്നത്. ആ കുർബാന എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലെ സത്യം എന്താണ്? തൻ്റെ തിരിച്ച രക്തം കൊണ്ട് കൈമാറുക. നാം വീണ്ടെടുക്കപ്പെട്ടവരാ. ഇതല്ലേ പ്രധാനപ്പെട്ട. കർത്താവിൻ്റെ തിരുരക്തം കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ടവർ നമ്മൾ. അവിടുത്തെ രക്ഷകനാണ്. നമ്മളെ മാത്രമല്ല, മനുഷ്യകുലത്തിന് മുഴുവൻ ഈ സത്യം ഉള്ളിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ അത് പ്രഘോഷിച്ചുകൊണ്ടിരിക്കില്ല. നമ്മൾ അതിനുള്ള ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതല്ലേ, തീഷ്ണത ഉള്ളിൽ ഉണ്ടാകേണ്ടതല്ലേ. അതിനകത്ത് സ്ഥലമോ സമയമോ ഒന്നും പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. ലഭിക്കുന്ന പദവിയും പ്രധാനപ്പെട്ട. പദവിയിലൊന്നും ഒരു കാര്യവുമില്ല, നമുക്ക് മനസ്സിലായില്ലേ? ഓരോ പദവിയിലുള്ളവർക്ക് അതിന് ദൗത്യമുണ്ട്. അത് ശരിക്കും നിർവഹിക്കാമെങ്കിൽ പദവിക്ക് അർത്ഥമുണ്ട്. അത് നിർവഹിക്കാതിരുന്നാലോ മനുഷ്യൻ കൊഞ്ഞനം കാണിക്കും, അതിലിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കും. ഒരു വശം നമ്മുടെ ജീവിതത്തിലെ നിർജീവാവസ്ഥ നമുക്ക് തന്നെ വെല്ലുവിളിയായിട്ട് വരുമ്പോൾ, മറുഭാഗത്ത് സർവത്തിനെ തകർത്ത് തരിപ്പണമാക്കുന്ന അടിസ്ഥാനങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കി ഈ ചിന്തകൾ സോഷ്യൽ മീഡിയയുടെ വ്യാപിക്കുക, പരക്കുക. പൗരോഹിത്യത്തിനെതിരെ, വിശ്വാസത്തിനെതിരെ, സഭയ്ക്കെതിരെ, സഭ സംവിധാനങ്ങൾക്കെതിരെ, എല്ലാ മേലധ്യക്ഷന്മാർക്കെതിരെ, മാപ്പാപ്പയ്ക്കെതിരെ വരെ പോലും. അങ്ങനെ ആർക്കും എന്തും പറയാവുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മുമ്പിൽ പോയിരുന്നത് കേട്ടുകൊണ്ടിരിക്കുക ചെറുപ്പക്കാരെ ആ അവ്യക്തതയിലെ സന്നിഗ്ധാവസ്ഥയിൽ ഞങ്ങളുടെ വിശ്വാസം കളഞ്ഞു വിളിക്കുന്ന സാഹചര്യം ധാരാളമുണ്ട്. ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് വിച്ഛേദിച്ച് തിരിച്ചറിഞ്ഞ് വ്യക്തതയോടെ പറഞ്ഞ് വഴി നടത്താൻ ഇന്ന് ആരുണ്ട്? വളരെ ഗൗരവമായൊരു കാര്യമാണ്, വളരെ ഗൗരവമായൊരു കാര്യം.
ചിലപ്പോൾ ചില യൂട്യൂബർമാർ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ ക്രൈസ്തവ സഭ ജനിച്ചതിൻ്റെ പേരുകാരനായ ഒരുത്തൻ ഇരുന്നുകൊണ്ട് എന്തെല്ലാം ആ സഭയെക്കുറിച്ച് പറയുന്നത്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരമായ സംഭവം ക്രൈസ്തവ സമൂഹമാണ്. കൊന്നൊടുക്കിയിട്ടുള്ള കോടിക്കണക്കിന് ആൾക്കാരെയാണ്. അതിൻ്റെ ചരിത്രമെല്ലാം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വൈദികരും സന്യാസികളെല്ലാം സന്യാസിനികളെല്ലാം ദേവദാസിമാരാണ്. എന്തെല്ലാം പച്ച നുണകൾ വിളിച്ച് വിളമ്പുമ്പോൾ അതിനൊക്കെ പിന്നിൽ അത് നുണകളാണെന്നെങ്കിലും മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ധാരണയില്ലാതെ അതിനൊക്കെ ചേർന്നൊരടി കമൻറ്റ് അദ്ദേഹം പറഞ്ഞതെല്ലാം സത്യമാണ് എന്നൊക്കെ ഏച്ചു വെച്ച് പറയാനും അല്ലെങ്കിൽ അതിന് ആളെ കരുതിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ എന്തുമാത്രം മനുഷ്യനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കും. ഇന്നും സഭയിൽ നിലനിൽക്കുന്ന നല്ല ഒന്നാം തരം താപസ ജീവിതം നയിക്കുന്ന ധാരാളം സന്യാസിനിമാരുണ്ട്. ധാരാളം സന്യാസിനിമാർ. റോമാ പട്ടണത്തിലുള്ള വത്തിക്കാന് ചുറ്റുപാട് 2000 ദൈവശാസ്ത്രന്മാരുണ്ട്. അത് സന്യാസി ജീവിതം നയിക്കുന്ന ആയിരങ്ങളുണ്ട്. ചുമ്മാതില്ല സഭ ഇങ്ങനെ സജീവമായിട്ട് പോകുന്നതും. എൻ്റെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രഭാഷണം നടത്തുന്ന അധ്യാപകരൊക്കെ അസൽ തനിച്ച് നമ്മളെക്കാൾക്ക് താമസ ജീവിതം നയിക്കുന്നവരാണ്. താമസ ജീവിതം പറഞ്ഞാൽ പക്ക താമസ ജീവിതം, വളരെ ലളിതമായ വലിയ സ്കോളേഴ്സായിട്ട് ജീവിക്കണം, വലിയ ലളിതമായിട്ട്. ഞാൻ ഓർക്കാൻ ഒരിക്കൽ എൻ്റെ തീസിസിന് ഗൈഡ് ചെയ്യാൻ തരുന്ന പ്രോസ്പർ ഗ്രക്ക് എന്ന് പറയുന്ന മാൾട്ടാക്കാരനും ഒരു സന്യാസി അഗസ്റ്റീനിയനാണ്, നമ്മുടെ പാപ്പായുടെ സമ്മേളനത്തിൽപ്പെട്ടയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുന്ന തീസിസ് ചാപ്റ്ററുമായിട്ട് ചെന്ന് കറക്റ്റ് തിരിച്ചു ഒരിക്കൽ ചോദിച്ചിട്ട് താമസിക്കുന്ന സ്ഥലം എവിടെയാണ്. അദ്ദേഹം കോളേജിൽ വരുന്നതാണെങ്കിൽ ഒരു പഴയ ബൈക്കിലാണ് കയറി വരുന്നത്. സാധാരണ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു സ്കൂട്ടർ പോലൊരു സാധനം. അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ ശാന്തമായിരിക്കുന്ന ക്ലാസ്സുകളോ ഉള്ള ഗംഭീരം, അദ്ദേഹത്തിൻ്റെ തീസിസ് ചെയ്തുള്ള സന്തോഷം തീസിസ് ചെയ്ത അവസാനം ഞാൻ ചോദിച്ചു, ഫാദർ വേർ യു സ്റ്റേ, ഐ വോണ്ട് ടു സീ സ്റ്റേ. അത് ഇരിക്കുന്നത് മുഴുവൻ ലൈബ്രറി പോലെ, മുഴുവൻ ഗ്രന്ഥങ്ങളും. ഹിയർ ഐ ആം സിറ്റിംഗ് ഇൻ ദിസ് പ്ലേസ്. then where is your bed? He looked to that corner. ഞാൻ നോക്കിയപ്പോൾ ഒരു തടിപ്പില കിടപ്പുണ്ട്, അതിൻ്റെ പുറത്ത് ഒരു പാ പോലെയാണ്. ഇതാണ് അവരുടെ ജീവിത രീതി. ഒരു തരത്തിലുള്ള അഹങ്കാരമോ ഷോയോ ഒരു ഏതെങ്കിലും തരത്തിലുള്ള പ്രൗഢിയോ ഒന്നുമില്ലാതെ ദൈവജനത്തിനായിട്ട് സ്വയം സമർപ്പിച്ച ജീവിതം കടന്നുപോയി ആ മനുഷ്യന് കഴിഞ്ഞ മാസത്തിലും. ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ സഭയെക്കുറിച്ച് എന്താ അവിടെ ഇവിടെ കേട്ടാൽ ഈ കേൾക്കുന്നവർ വിചാരിക്കരുത് നിങ്ങൾ കാണുന്നിടത്തൊക്കെ കുറവുകൾ കണ്ടെന്ന് വരും. വൈദികരാ ഞങ്ങളിൽ കുറവ് കണ്ടെന്ന് വരും. ഞങ്ങളിൽ ചില കണ്ടമാനം കുറവുള്ളവരുണ്ടായെന്നിരിക്കും. പക്ഷേ സഭയെന്ന് പറയുന്നത് അതിന് പരിശുദ്ധാത്മാവ് നയിക്കുന്ന വ്യക്തികൾ ധാരാളം ആത്മാർത്ഥതയോടെ ജീവിച്ച സാക്ഷ്യം വഹിക്കുന്നവരുണ്ട് എന്നുള്ള കാര്യം അത് തലമുറ മറന്നു പോകരുത്. അതുണ്ട്, കണ്ടെത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒന്നും രണ്ടൊന്നുമല്ല, 10,000ങ്ങളുണ്ട്, സന്യാസിനികളുമുണ്ട്. നമ്മൾ കാണുന്നിടത്ത് ഈ പറയുന്ന പോലെയാണ് ദേവദാസികളാണോ എല്ലായിടത്തും. എന്ത് പച്ച മ്ലേച്ഛമായിട്ട് പുറത്ത് പറയാൻ പറ്റില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സന്യാസിനെക്കുറിച്ചും വൈദികരെക്കുറിച്ചും ഒക്കെ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ഗുണമുണ്ട്, ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഈ വിഭാഗത്തെക്കുറിച്ച് എന്ത് ചീത്ത പറഞ്ഞാലും ശരി ഒരു കുഴപ്പമില്ല, ആരും ഉപദ്രവിക്കാൻ പോകില്ല, ആരും കലും കൈ വെട്ടാൻ പോകത്തില്ല, ആരും എതിർക്കാൻ പോകില്ല, ആരും ബഹളം ഉണ്ടാക്കാൻ പോകില്ല, പറയുന്നത് സുഖമായിട്ടിരുന്ന് പറയാം. അത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സത്യം ഗ്രഹിക്കുന്ന സമൂഹം വളർന്നു വരാൻ സാധിക്കണം. അവിടെ എന്താണ് തീഷ്ണത ജീവിതത്തിലുണ്ടാകണമെങ്കിൽ ആരാധനക്രമത്തിൻ്റെ അനുഭവങ്ങൾ പ്രായോഗികതയിലേക്ക് വരണം. നാം പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് 6ാമത്തെ ആഴ്ചയിൽ നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗത്തെക്കുറിച്ചാണ്, പ്രധാനമായ ദൈവവിളിയെക്കുറിച്ചാണ് പറയുന്നത് മുഴുവൻ. ആദ്യമേ തന്നെ അഹ്റോൻ്റെ മോശയുടെ അഹ്റോൻ്റെ പുത്രന്മാരുടെയൊക്കെ അഭിഷേകത്തെക്കുറിച്ചാണ് പറയുന്നത്. പൗരത്വത്തെക്കുറിച്ചല്ല ഇന്ന് ഭയങ്കരമായ അമർഷം വരുന്നത്. ഭയങ്കരമായ ഒരു എങ്ങനെ കത്തിലേക്ക് ഇതൊക്കെ ഇങ്ങനെ പണം ഉണ്ടാകുന്ന ചോദിച്ചിട്ട് പണം ഉണ്ടാകുന്ന വഴികളെക്കുറിച്ച് കേട്ടാൽ തല മറിച്ചു പോകും. നുണ തന്നെ നുണ, പച്ചയ്ക്ക് നുണ. നിങ്ങൾ കണ്ടിരിക്കുന്നതല്ലേ ഓരോ ഇടവേലും ഓരോ വൈദികൻ്റെ ജീവിതം എന്ന് പറയാം. പച്ചയ്ക്ക് കാണാൻ ജീവിതമാണല്ലോ. അവിടെ ഉണ്ടാകുന്ന പണം ആരാ കൈകാര്യം ചെയ്യും? ആ തിരഞ്ഞെടുക്കപ്പെട്ട സമയതകളിൽപ്പെട്ട കൈക്കാരമല്ല ഈ വിചാരിച്ചതിനകത്ത് എന്നാ ചെയ്യും? ഈ ചീത്ത മുഴുവൻ കേൾക്കണം. കൺസ്ട്രക്ഷൻ പരിപാടി നടത്തി പള്ളിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു അദ്ദേഹത്തിന് ആയുസ്സൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് പള്ളിയും പണിത് എല്ലാം പണിതിട്ട് അവസാനം അതേ രോഗിയായിട്ട് തീരും. എന്നിട്ട് അവിടുന്ന് പോകുമ്പോൾ എന്നാ കിട്ടുന്നത്? ഈ കാരണം ഒരു വിഭാഗത്തിൻ്റെ വലിയ ഭയങ്കരമായ, പിന്നെ എന്താണ് ഒരു ചെറിയൊരു വിഭാഗത്തിൻ്റെ ഭയങ്കരമായ ശകാരവും വലിയ ഭയങ്കര വിമർശനങ്ങളും. ഇതെല്ലാം മിച്ചം വരുന്നത്. ചെയ്ത ജോലി എന്ത് ജോലിയായിരുന്നു, ഇത് മനോഹരമായ ജോലിയായിരുന്നു, അതിനുള്ള പേയ്മെൻ്റ് എന്നാ? മുഴുവൻ മാനനഷ്ടവും ഭയങ്കരമായ മാനസിക വ്യഥയും ഇതൊക്കെയല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? ഈ വൈദികരെക്കുറിച്ചാണോ ഈ മീഡിയയിലൂടെ ഇതൊക്കെ പറയും? എന്നിട്ട് ഈ ലോഹയിട്ട് ആളുകൾ കണ്ടാൽ തന്നെ ആ വെറുപ്പായിട്ട് കരുതുന്ന ആൾക്കാർ വേറെ ചില പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് ഇത് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനമായ യാഥാർത്ഥ്യത്തിലൂടെ നമ്മൾ നീങ്ങുന്നത്.
സഭയുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ്. പൗരോഹിത്യം അങ്ങനെ തന്നെയാണ്. ഓൾഡ് ടെസ്റ്റമെന്റ് പൗരത്വം കൊണ്ട് പറയാൻ പോകുന്നത് അത് വംശാവലി അനുസരിച്ച് വംശം വർഗീയ പുരോഹിത വർഗമാണ്. കത്തോലിക്ക സഭയിൽ പുരോഹിത വർഗം ഇല്ല. കാരണം അത് ദൈവവിളിയാണ്. പുരോഹിത വർഗം എന്ന് പറഞ്ഞാൽ അപ്പൻ പുരോഹിതനാണെങ്കിൽ മകൻ അടുത്ത പുരോഹിതനായി അതിൻ്റെ അടുത്ത അങ്ങനെ പോവുക, ലേവായ ഗോത്രമാണ്. ഇതല്ല. ഈ ദൈവം വിളിക്കുന്നത് ആർക്കും പറയും. പുരോഹിതരെ വിമർശിക്കുന്നവരുടെ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങളിൽ നല്ലൊരു കൊച്ചിനെ ഫോം ചെയ്തിട്ട് നല്ലൊരു വൈദികനായി മാതൃകാ വൈദികനായിട്ട് സഭയ്ക്കും സമൂഹത്തിന് നൽകാൻ പറ്റില്ലേ? നിങ്ങൾക്ക് തന്നെ ആകാമായിരുന്നില്ലേ? ഇന്ന് അത് ചെയ്യാതെ കന്ന് വൈദികർ, നല്ല മാതാപിതാക്കൾ അവരുടെ മക്കളെ വളർത്തി പരിശീലിപ്പിച്ച് വൈദ്യവട്ടത്തിന് വേണ്ടി അച്ഛനായി അവരെ കുരിശ് കയറ്റാനായിട്ട് മണമണാന്ന് മുമ്പ് നിൽപ്പുണ്ടല്ലോ. ഇതുകൊണ്ടൊന്നും തളരുന്നതൊന്നുമല്ല കത്തോലിക്ക പൗരോഹിത്യം എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ദൈവവിളി എന്ന് പറയുന്ന മുഴുവനാണ്. ലേവ്യയുടെ പുസ്തകത്തിൽ അഹ്റോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്യുന്ന ആദ്യ ഭാഗം. രണ്ടാമത് ഏശയ്യാ പ്രവാചകൻ ദൈവം വിളിക്കുന്നതാണ്. എനിക്ക് വേണ്ടി ആര് പോകുന്ന ദൈവം ചോദിച്ച് ആരെ അയക്കേണ്ടത്? ഞാൻ പോവാ, ഇതാ ഞാൻ പോകാൻ തയ്യാറെന്ന് പറയുന്നത് ഏശയ്യാ പറയുന്ന ഭാഗമാണ്. ഒക്കെ ദൈവവിളിയാണ്, മറുപടിയാണ്. അതുകൊണ്ട് അടുത്ത് പറയുന്നത് ദൈവവിളി ജനത്തിന് മുഴുവനായിട്ടുള്ളതാണ്. ഇത് വിളിക്കപ്പെട്ട ജനമാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് ശുശ്രൂഷയ്ക്കായ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റു വിളികളൊക്കെ ഉള്ളത്. പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്? ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ, അത് ഈശോ മിശിഹായ. മറ്റു ബാക്കിയുള്ള ഞങ്ങളൊക്കെ ആരെ പുരോഹിതന്മാർ, അത് മിനിസ്ട്രിയൽ പ്രീസ്റ്റാ. ഈ വലിയ പുരോഹിതൻ്റെ, അദൃശ്യനായ പുരോഹിതനെ ശുശ്രൂഷ ചെയ്യാനായിട്ട് വിളിക്കപ്പെടുന്ന വ്യക്തികൾ ഒരു പുരോഹിതനേ ഉള്ളൂ, കർത്താവാണ്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ ശുശ്രൂഷകരാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിളിയെക്കുറിച്ച്, അതേസമയത്ത് ജനം മുഴുവൻ പുരോഹിത ജനമാണ്. രാജകീയ പുരോഹിത ജനം, പ്രവാചക സമൂഹമാണിത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായ കാര്യം മനസ്സിലാക്കണം. അതായത് മറ്റുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ നീതിമാനായിക്കൊണ്ടത് കണ്ടാച്ചന്മാരെ എല്ലാം കുറ്റം പറയുമ്പോൾ ഓർക്കണം, ഞാനും ഒരു പുരോഹിതനാണ് മാമോദിസായിലൂടെ. ഞാൻ എൻ്റെ ജോലി നിർവഹിച്ചിട്ടാണോ ഈ പറയുന്നതൊക്കെ? ആണെങ്കിൽ കൊള്ളാം കേട്ടോ, വിമർശിക്കുന്നത് തെറ്റൊന്നുമില്ല. വിമർശനത്തിലൂടെയാണ് കറക്ഷൻസ് ഉണ്ടാകുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പറയുന്നതിന് ഇച്ചിരി അടിസ്ഥാനമൊക്കെ വേണമെന്നുള്ളതുള്ളൂ. പച്ചയ്ക്ക് നുണ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങനെയൊരു കാര്യങ്ങളെക്കുറിച്ച് വളരെ ന്യായാന്യായ രീതിയിൽ തെറ്റുകൾ തിരുത്തി കൊണ്ടുപോകുന്നുള്ള വിമർശനമാണെങ്കിൽ അത് എപ്പോഴും നല്ല കാര്യം തന്നെ. അത് ഏത് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യം. അവൻ്റെ ദൈവവിളിയെക്കുറിച്ച് അതിൻ്റെ ശേഷം കർത്താവ് പറയാം, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ, വിളവധികം വിലക്കാർ ചുരുക്കം വിളവിനാണ് പ്രാർത്ഥിക്കും. ഇതാണ് ഇന്നത്തെ വചനഭാഗങ്ങളെല്ലാം. എല്ലാം തന്നെ ദൈവവിളിയെ കേന്ദ്രീകരിച്ച് പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത്, നാം ഒരു ആത്മശോധന ചെയ്യണം. നമ്മുടെ സമൂഹം ഒരു എത്നിക് കമ്മ്യൂണിറ്റി നിലയിൽ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണോ, അതോ ഈസ് ഇറ്റ് എ മിഷണറി കമ്മ്യൂണിറ്റി മൂവിങ് ഫോർവേഡ്, കൃത്യമായിട്ട് ചലിച്ചുകൊണ്ടിരുന്ന സമൂഹമാണോ? കർത്താവിൻ്റെ പക്കലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന സമൂഹമാണോ? ആണെങ്കിൽ നമുക്കങ്ങനെ ഒരു പ്രേക്ഷിത മനോഭാവം ഉണ്ടോ? ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞിരിക്കുക നമുക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ലേ? മറ്റുള്ളവർ ഏൽപ്പിച്ചിട്ട് പോകാമോ? എന്തുമാത്രം ആൾക്കാരെ കർത്താൻ ദാഹിക്കുന്ന കാണുന്നില്ലേ? 10,000 ലക്ഷങ്ങളൊക്കെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഇന്ത്യയിൽ തന്നെ കൂടുന്ന കാണുന്നില്ലേ? എന്താ ഈ അമ്പരപ്പ് കാണിക്കുന്ന? FCRA ഒക്കെ കൊണ്ടുവരുന്നു, മറ്റു കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ജനം ഇങ്ങനെ യഹമുഖം യേശുവിൻ്റെ പിന്നാലെ പോകാം. അത് ധരിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇവരെല്ലാം ആകർഷിച്ച് കൊണ്ടുവന്നുകൊണ്ട് നിർബന്ധപൂർവ്വം ഒരു പദവേറ്റം നടത്തുന്നവരാണോ? അങ്ങനെയാണോ? നിർബന്ധ പരിവർത്തനം നടത്തിയതാണോ? ആമാസിൻ്റെ മകൻ യേശുവിൻ്റെ പിന്നാലെ പോയി എന്ന് പറയുന്നു. ഹമാസിൻ്റെ ഭീകരപ്രവർത്തകൻ മകൻ യേശുവിൻ്റെ പിന്നാലെ പോയി എന്ന് പറയും. അങ്ങനെ ഗോതമ്പ് പാൽപ്പൊടിയും കൊടുത്തിട്ട് ഭാനുമതി എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജി കർത്താവിൻ്റെ പിന്നാലെ പോയത്. എത്രയോ എണ്ണപ്പെട്ട വിഷയങ്ങൾ എടുത്തു പറയാനുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസം കൊടുക്കുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷകർ മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അടിമ വ്യവസ്ഥയിലും ജാതി വ്യവസ്ഥയിലും തളയ്ക്കപ്പെട്ടിരിക്കുന്ന അടിമകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് നിലനിൽപ്പില്ല. ചൂഷണം ചെയ്തവർക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് ഈ വിഭാഗത്തെ നിലനിൽക്കാൻ അനുവദിക്കാൻ പാടില്ല. ഇത് അടച്ചുപൂട്ടിക്കണം ഇവരെ. ഇവരുടെ കോളേജുകളും വിദ്യാഭ്യാസങ്ങളും അടച്ചുപൂട്ടിക്കണം. ഇവരുടെ വിദ്യാഭ്യാസം കൂടി വേണ്ടെന്ന. ഇതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം. ഇത് പച്ചയ്ക്ക് തെളിഞ്ഞ് നാം കാണേണ്ടതല്ലേ? ആരാണ് ഈ രാജ്യത്ത് വിദ്യാഭ്യാസം നൽകിയത്? എങ്ങനെയാണ് ഇവിടെ വെളിച്ചമുണ്ടായത്? നമ്മുടെ കേരളത്തിൽ തന്നെ എന്തായിരുന്നു വ്യവസ്ഥിതികൾ പണ്ട്? ഭ്രാന്താലയം എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ ദേവാലയം, ഈ സംസ്ഥാനം ഇങ്ങനെ ഉന്നതി പ്രാപിച്ചത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കുമ്പോഴാണ് ആ വിമർശനങ്ങളൊക്കെ വളരെ സ്നേഹബുദ്ധിയാ കാണുന്നത് നല്ല കാര്യം. അപ്പോൾ ആദ്യ വായനയിലേക്ക് കിടക്കാം. ലേവായുടെ പുസ്തകത്തിന് 8-ാം അധ്യായം 1-13 വരെ വാക്യങ്ങളാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, പാവപ്പരിഹാര ബലിക്കുള്ള കാള 2 മുട്ടാടും 1 കുട്ട പുളിപ്പില്ലാത്ത അപ്പം എന്നിവയോടുകൂടി അഹ്റോനെയും പുത്രന്മാരെയും കൊണ്ടുവരിക. സമാഗമ കൂടാരത്തിൽ വാതുക്കൾ സമൂഹത്തിൽ ഒന്നിച്ചു കൂട്ടുക. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സമാഗമ കൂടാരത്തിൽ വാതുക്കൾ സമൂഹത്തിൽ ഒന്നിച്ചു കൂട്ടി. ഇപ്പം നമുക്കത് പട്ടെന്ന് വെച്ച് ശുശ്രൂഷ നോക്കിയാൽ മതി. അതിൻ്റെ പ്രാരംഭഘട്ടത്തിൻ്റെ ഇത് പ്രാഗ് രൂപമായത്.
അത് ഓൾഡ് ടെസ്റ്റമെൻറ്റിലാണ്. ഇത് പുതിയ നിയമത്തിൽ വ്യത്യസ്തമായ രീതിയിലാണെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഒരുക്കങ്ങളുണ്ടല്ലോ, ഒരു അഭിഷേകത്തിന്, പട്ടാഭിഷേകത്തിന് എന്നുമാത്രം ഒരുക്കങ്ങൾ ഓരോ ഇടവകയിപ്പം നടത്തിക്കൊണ്ടായിരിക്കും. ജനമധ്യത്തിൽ ജനത്തിന് മുമ്പിൽ വെച്ചാണ് പട്ടം കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, സമാഗമത്തിന് കൊണ്ടുവരാൻ അഹ്റോനെ അഭിഷേകം ചെയ്യാൻ പോവുക. അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ഞാനും അനന്തരം മോശ അഹ്റോനെയും പുത്രന്മാരെയും മുമ്പോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴിയും. അഹ്റോനെ കുപ്പായ അണിയിച്ച് അരപ്പട്ട കെട്ടി മേലങ്കി ധരിപ്പിച്ചു. അതിനു മീതെ എപ്രോദ് അണിയിച്ചു. എപ്രോദ് എന്ന് പറയുന്ന പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രതീകമാണ്. എന്നിട്ട് എഫ്രോദിൻ്റെ വിദഗ്ധമായി നെയ്പ്പെടുത്ത പട്ട അവൻ്റെ അരയിൽ ചുറ്റി, പിന്നീട് ഉരസ്ഥാനം ധരിപ്പിച്ചു. അതിൽ ഊറിമും തൂമിമും നിക്ഷേപിച്ചു. അന്നത്തെ പൗരോഹിത്യ വേഷമാണ്. ഇനി നിങ്ങൾ അച്ഛന്മാരുടെ വേഷം നോക്കിക്കോ, ബലിയർപ്പണത്തിന് വരുമ്പോൾ ഉള്ള വേഷം നോക്കി. ഇതൊക്കെ അതിൻ്റെ പ്രാക് രൂപങ്ങളായത്. ഇപ്പോൾ അവിടെയുള്ള വിമർശനമൊക്കെയാണ്, അയ്യോ ഇതൊക്കെ രാജകീയമാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സഭ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും രാജകീയമായ കാര്യങ്ങൾ പരിവേഷം വന്നതാണ് ഇതൊക്കെ എന്ന് പറയുന്ന ആൾക്കാർ. അതേസമയത്ത് അവർ ചിന്തിക്കുന്നത് ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റ് തൊട്ട് ആരംഭിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. രാജാവൊക്കെ പിന്നീട് ഉണ്ടായിരുന്നത്. ഇവിടെ ആരംഭിച്ചിരിക്കുന്നില്ലേ, ഇവിടെ തലപ്പാവ് ധരിപ്പിച്ച് അതിൻ്റെ മുൻവശത്തായി കർത്താവ് കൽപ്പിച്ചിരുന്ന പോലെ വിശുദ്ധ കിരീടമായി പൊൻ തകിട് ചാർത്തിയും. നോക്കിക്കേ, ഒരു രാജകീയ പരിവേഷമല്ലേ അത് കോൺസ്റ്റന്റൈനിൽ വന്നതാണോ? അല്ലോ. അനന്തരം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അവരുടെ ഒക്കെയും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു. അതിൽ നിന്ന് കുറച്ചെടുത്ത് ബലിപീഠത്തുമ്പോൾ 7 പ്രാവശ്യം തളിച്ചു. ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ഷാളിൻ്റെ പാത്രവും അതിൻ്റെ ചൂടും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധീകരണമാണ്. ദേവാലയത്തിൻ്റെ, അൾത്താരയുടെ, മധുബകായുടെ ഒക്കെ വിശുദ്ധീകരണത്തോടുകൂടി വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയായിട്ട് വേണം പുരോഹിതനെ കൊണ്ട്, അതുകൊണ്ട് വെള്ളം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ചു. പിന്നീട് ശിരസിൽ തൈലാഭിഷേകം ചെയ്ത് അഹ്റോനെ വിശുദ്ധീകരിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അഹ്റോന്റെ പുത്രന്മാരെ മുമ്പോട്ട് കൊണ്ടുവന്ന്, അതായത് അരപ്പറ്റ കെട്ടിച്ച് കുപ്പായം അണിയിച്ച് അതുതന്നെ തുപ്പി ധരിപ്പിക്കുന്നത് പുരോഹിത അഭിഷേകം നടന്നു എന്നാണ് മനസ്സിലാക്കുക. ആദ്യത്തെ വായനയാണ് ഇത് നാം പറയേണ്ടത്. അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുമ്പം അത് വിശദീകരിക്കേണ്ട കാര്യമില്ല, നമ്മൾ ക്ലിയറാണ്. പക്ഷെ നാം ധരിക്കേണ്ട സംഗതി, പൗരോഹിത്യം എന്ന് പറയുന്ന സംഗതി സമൂഹത്തിൽ നിലനിൽക്കുന്നത് അത് നിത്യമായൊരു യാഥാർത്ഥ്യമാണ്. അത് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ദൈവസന്നിധിയിൽ ജനത്തിൻ്റെ വിമലങ്ങൾ അർപ്പിക്കുവാൻ വേണ്ടി അദൃശ്യനായ പുരോഹിതനെ, നിത്യപുരോഹിതനായ പ്രധാന പുരോഹിതനായ ഈശോമിശിഹായുടെ ശുശ്രൂഷകരായിട്ട് നിൽക്കുന്നത്. അതിന് വിശുദ്ധി വേണം. ആ വിശുദ്ധിയിലേക്ക് വിളിക്കുമെന്ന് എന്തുമാത്രം ദീർഘമായ പരിശീലനം കൊടുക്കുന്നത്, എന്തുമാത്രം ദീർഘമായ പരിശീലനം. ഒരു അച്ഛൻ്റെയൊക്കെ വീഴ്ച കണ്ടിട്ട് വൈദികരെല്ലാം അങ്ങനെയാണെന്ന് പറഞ്ഞ് പിടിപ്പിക്കരുത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് 12 പേരെ കൊണ്ടുവന്ന ഒരാൾ വീഴ്ച എന്തൊരു വീഴ്ചയായിരുന്നു, അതായത് ഭയാനകമായ വീഴ്ചയല്ലേ ഉണ്ടായി. അതുകൊണ്ട് ഇത് മാനുഷികത്തിലേക്കിലൊക്കെ സംഭവിക്കാം. ആരും അത് നീതീകരിക്കുന്നില്ല. അച്ഛന്മാരെല്ലാം പുണ്യാന്മാരാണെന്ന് ഞങ്ങളാരും പറയുന്നില്ല, ഞങ്ങളാരും പുണ്യാന്മാരാണെന്നും പറയുന്നില്ല. മനുഷ്യരെല്ലാം സഭയിൽ സമർപ്പിക്കപ്പെട്ടവരെല്ലാം വിശുദ്ധരാണെന്നും പറയുന്നില്ല. അവരിൽ നിന്നുള്ളവർ വിശുദ്ധരായ ആളുകളുണ്ടല്ലോ, അതല്ലേ സഭ ഏറ്റെടുക്കുന്ന സംഗതി. അതേ സമയത്ത് അവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കണം. കർത്താവിന് പ്രവർത്തിക്കാൻ ഉപകരണം വേണം. ആ ഉപകരണത്തിന് നന്മ നോക്കിയല്ല തിരഞ്ഞെടുക്കുന്നത്, ആ ഉപകരണത്തിന് മേന്മ നോക്കിയല്ല തിരഞ്ഞെടുക്കുന്നത്, ആ ഉപകരണത്തിന് ക്വാളിറ്റിയോ വിദ്യാഭ്യാസമോ അറിവോ വിശുദ്ധിയോ ഒന്നും നോക്കിയാണ് തിരഞ്ഞെടുക്കുന്നത്. കർത്താവ് സാംസനെ തിരഞ്ഞെടുത്തില്ലേ? അത് അന്തൻ എങ്ങനെ ആയിരുന്നു? വിഷയാലംബനായിരുന്നില്ലേ? എത്ര പേരെ അങ്ങ് തിരഞ്ഞെടുത്തു? സാവൂളിനെ തിരഞ്ഞെടുത്തില്ലേ? അപ്പോൾ അതെന്താണ്, അസൂയാലുവായിരുന്നില്ലേ? അപ്പം ആ തെരഞ്ഞെടുപ്പിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം അവരെ കൊണ്ട് ജയിപ്പിച്ചു. അത് കഴിഞ്ഞ് അവർ വഴിക്ക് പോയി, ആ തിന്മയതിന് ശിക്ഷയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം കാണേണ്ട കാര്യം, ഇങ്ങനെയുള്ള നമുക്ക് ശുശ്രൂഷകരെ ദൈവികമായിട്ടുള്ള ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ട് കടന്നു വരുന്നതാണ്. അതാണ് പുരോഹിത അഭിഷേകം ഇവിടെ. അപ്പോൾ എല്ലാം പരിശോധിച്ച ശേഷമാണ് ഇവിടെ കാര്യങ്ങൾ ജനത്തെ സാക്ഷി നിർത്തിയാണ് നൽകുന്നത്. 3 ചടങ്ങുകൾ അതിനകത്ത് കാണാം. 1 ശുദ്ധീകരണം, 2 വസ്ത്രധാരണം, 3 അഭിഷേകം. ശുദ്ധീകരണം പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴാണെങ്കിലും ശരി, വൈദികനങ്ങോട്ട് കയറുമ്പോൾ കണ്ടില്ലേ, നമ്മൾ ശ്രദ്ധിക്കുന്ന കണ്ടില്ലേ, അതായത് വചനശുശ്രൂഷ കഴിഞ്ഞിട്ട് തിരിഞ്ഞു കയറുമ്പോൾ അനാഫ്രം ആരംഭിക്കും മുമ്പ് അനുഷ്ഠാനപരമായ കൈ കഴുകൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശുദ്ധീകരണത്തിൻ്റെ അടയാളമാണ്. അത് ദൈവസന്നിധി അർപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം അതുകൊണ്ട് ശുദ്ധീകരണം എന്ന് പറയുന്നത് അത് സ്നാനം എന്ന് പണ്ടയോട്ടെ ഉണ്ടായിരുന്ന കുമറാൻ സന്യാസിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. കുമറാൻ കേവുകൾ, ചാവൂളിൻ്റെ തീരത്ത് ഉണ്ടായിരുന്ന വലിയ മലയുടെ ഇടുക്കുകളിലൊക്കെ വലിയ കുഴി കുഴിച്ച് ചെന്നപ്പോൾ അവിടെയാണ് കുഴിച്ചിടപ്പെട്ട വചനഭാഗങ്ങൾ കണ്ടെത്താനിടയായി. യേശുയുടെ ചുരുളൊക്കെ അവിടെ നിന്ന് കിട്ടി. കാരണം എന്താണെന്നറിയാമോ? കുമറാൻ ദ്വീപുകളിൽ നിന്ന് കണ്ടെത്തിയത് 1947 കണ്ടെത്തിയത്. എങ്ങനെയാണ് കണ്ടെത്താൻ കാരണം എന്താണെന്നറിയാമോ? അതായത് യുദ്ധങ്ങൾ തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇസ്രായേലിനെ കീഴടക്കിക്കൊണ്ട് എന്തുമാത്രം യുദ്ധങ്ങൾ അവിടെ നടന്നു.
ഇന്ന് നടക്കുന്നില്ല. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന അവസരത്തിൽ ഇവർ കണ്ടമാനം മറ്റുള്ളവർ കയറി ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ദൈവജനത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ആ ഒരു വിഭാഗം അവർ മാറി നിന്ന സന്യാസികൾ നയിച്ചിരുന്ന കുമറാൻകാർ അവരെന്ത് ചെയ്യുന്നറിയോ? ദൈവവചനം ഞങ്ങൾ നശിച്ചാലും നശിച്ചു പോകരുതെന്നുള്ള ആ അർത്ഥത്തിൽ നല്ല കൽഭരണികളിലാക്കിയിട്ട് വചനം അതിനകത്ത് നിക്ഷേപിച്ചിട്ട് അത് പൂട്ടിയിട്ട് അത് വലിയ മലയുടെ ഗുഹകളിൽ കുഴിച്ചിട്ടു. ഞങ്ങൾ നശിച്ചാലും എഴുതപ്പെട്ട വചനം നശിക്കാൻ പാടില്ല. അതൊക്കെ അവരങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്കത് വീണ്ടും അത് കിട്ടിയത്. പലരും അതുകൊണ്ട് എന്തുമാത്രം ഉണ്ടായിരുന്ന ഇസ്രായേൽ ദൈവവചനത്തിലെ ആഭിമുഖ്യം എന്ന് മനസ്സിലാക്കാവുന്ന സംഗതിയാണ്. അവർക്ക് മാമോദിസ എന്ന് പറയുന്നത് അവർക്ക് ഈ ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയകളുണ്ടായിരുന്നു. നമ്മുടെ മാമോദിസയിൽ രാഷ്ട്രീയമായിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ രാജകീയമായ തലപ്പാവും പൊൻതകിടും ഒക്കെ വന്നിരിക്കുന്നതൊക്കെ അതിൻ്റെ പ്രത്യേക കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ചില സാഹചര്യങ്ങളിൽ പ്രവാസി കാലഘട്ടങ്ങൾ തിരിച്ചു വരുമ്പോൾ രാജാവില്ലല്ലോ. രാജാവില്ലാത്ത വിധത്തിൽ ഈ രാജാവിൻ്റെ ചുമതലയും കൂടി പ്രധാനാചാര്യൻ നിർവഹിച്ചിരുന്നു. അത് നാം മനസ്സിലാക്കണം. ഒരാൾ തന്നെ അപ്പോൾ ഇങ്ങനെ ഒരാൾ തന്നെ തൈലാഭിഷേകം, രക്താഭിഷേകം, തൈലവും രക്തം 3 തരത്തിലുള്ള ഘടകങ്ങൾ അവിടെയുണ്ട്. ആ ഘട്ടങ്ങളിലാണ് തൈലാഭിഷേകം നടത്തി, രക്താഭിഷേകം നടത്തി, മൃഗത്തിൻ്റെ രക്തമാണ്, അതിന് തൈലവും രക്തവും ചേർത്ത് അഭിഷേകം നടത്തി, എന്നിട്ട് 4 ബലികളെന്ന് ആ തരത്തിൽ ആരംഭിക്കേണ്ടത്. ഏതെല്ലാം ബലികൾ? പാപപരിഹാര ബലി ഒന്ന്, രണ്ടാമത്തെ ദഹനബലി, പിന്നീട് സമാധാന ബലി, ധാന്യബലി. ഇതൊക്കെ പൗരോഹിത്യത്തെക്കുറിച്ച് ഞാൻ അധികം ദീർഘമായിട്ട് പറയുന്നില്ല, പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇന്ന് ഈ സ്ക്രീനിൽ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന അപമര്യാദപരമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ അത് നമ്മുടെ ഇളം തലമുറ കണ്ടുമുട്ടുമ്പോൾ അതിനൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി കൊടുക്കാൻ പേരൻസിന് കഴിവുണ്ടാകും. അല്ലെങ്കിൽ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അത് അങ്ങനെയൊക്കെയാണ്, ഇത് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു തള്ളിയാൽ സംഭവിക്കാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ, തലമുറ നശിച്ചു പോകും. അല്ലാതെ സംഭവിക്കത്തില്ല, തലമുറയിൽ നിന്നകന്നു പോകും. അന്ന് പോയ നാശം തന്നെ ഫലം. രണ്ടാമത്തെ വായനയ്ക്ക് യേശയ്യാ പ്രവാചകനാണ്. നമുക്കറിയാം യേശയ്യാ പ്രവാചകന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വാസ്തവത്തിൽ 1-ാം അധ്യായത്തിൽ വരേണ്ടതല്ലേ, വരുന്നില്ല. 6-ാം അധ്യായത്തിലുള്ള യുവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വിളിയെക്കുറിച്ച് പറയും. അതിന് വിളി പറയുന്നത് എങ്ങനെയാ? യെരൂശലേം ദേവാലയത്തിൽ നിന്നായിരിക്കണം. അപ്പോൾ യേശയ്യാ പ്രവാചകൻ വലിയ പ്രവാചകനാണ്, നമുക്ക് തന്നെ അറിയാം. അതുപോലെ തന്നെ എസെക്കിയേലും അതുപോലെ തന്നെ യെരമ്യായും വലിയ പ്രവാചകന്മാർ. അപ്പോൾ യേശയ്യാ പ്രവാചകന് പിന്നെ ഈ ഉസിയ രാജാവ് മരിച്ച ഘട്ടത്തിലാണ്, ആ മരിച്ച ഉടനെയാണ് അദ്ദേഹത്തിന് ഈ ദർശനം ഉണ്ടാകും. ദേവാലയത്തിൽ വെച്ച് അദ്ദേഹം ദർശനം കാണുക. എന്താ സ്വർഗീയ ദർശനമാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായ ഇടിപ്പുണ്ടായി, സ്വർഗീയ ദർശനം ഉണ്ടായി. ദൈവം തന്നെ സിംഹാസനം ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയും. എന്നിട്ട് അകത്ത് വസ്ത്രാഞ്ജലി മുഴുവൻ നിറഞ്ഞു. വസ്ത്രാഞ്ജലം എന്ന് ദൈവത്തിൻ്റെ വസ്ത്രാഞ്ജലി എന്ന് പറയാൻ മഹത്വമാണ്. ദൈവത്തിന് മഹത്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു ദേവാലയത്തിൽ. ഓൾഡ് ടെസ്റ്റ്മെന്റ് കണ്ടില്ലേ, ഈ മേഘം എന്ന് നിറഞ്ഞു എന്ന് പറയും. ദൈവത്തിന് മഹത്വം എന്നതായിരിക്കും ഞാൻ കണ്ടു. എന്നിട്ട് മാലാഖമാരെ കണ്ടു. അവരെന്ത് ചെയ്യുന്നു? സ്രാപ്പേന്മാരാണ്, അഗ്നിമേന്മാർ. അവരെന്താ ചെയ്ത്? അവർ പരിശുദ്ധൻ പരിശുദ്ധം ആലപിക്കുന്നു, ഹോളി ഹോളി ഹോളി. എന്താണ് മാലാഖമാർ ജോലി? ദൈവത്തിൻ്റെ പരിശുദ്ധിയെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക. അവർക്കെന്താ 6 ചിറകുകളുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖവും കാണുന്ന അന്നത്തെ കാരണമനുസരിച്ച് ദൈവത്തെ നേരിൽ കണ്ടാൽ നോക്കിയാൽ ഇല്ലാണ്ടായിപ്പോവും. 2 കൊണ്ട് കണ്ണുകളും വേറെ കാണുന്നില്ല. 2 പാദം ഒന്ന് ലൈംഗിക പ്രതീകമായിട്ടാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് അത് മറച്ചു. 2 ചിറകുകൾ പറക്കാനും ഇനി 6 ചിറകുകളുമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. പരിശുദ്ധൻ പരിശുദ്ധം തുടങ്ങിയപ്പോൾ പെട്ടെന്നൊരു മാലാഖ കൊടിൽ കൊണ്ട് ഒരു തീക്കട്ടി എടുത്തിട്ട് അതിർത്ത് സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, നീ സർവ്വ മാലിന്യം എടുത്ത് കളയപ്പെട്ടിരിക്കുന്നു. ആ മാലിന്യം എടുത്ത് കളയപ്പെട്ടി പറഞ്ഞു കഴിയുമ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാണ് അവരുടെ അടുത്ത സ്വരം കേൾക്കുകയാണ്, ആരെനിക്ക് വേണ്ടി പോവും? ദൈവവിളിയാണ്. ഞാൻ പോവും. പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവവിളി ഉണ്ടാകുന്ന ഇവിടെ, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്, അവർ അൾത്താരയിൽ നിന്നാണ് ലഭിക്കുന്നത്, അൾത്താര ശുശ്രൂഷയിൽ നിന്നാണ് ലഭിക്കുന്നത്. അതിനവർ ഉള്ളിൽ മതിക്കുന്നു, ഉള്ളിൽ ചിന്തയുണ്ടാകുന്നു, കർത്താവ് അകത്ത് പ്രവേശിക്കുന്നു. ആരെനിക്ക് വേണ്ടി പോവും? നീ വരുമോ മോനെ? എന്നെക്കുറിച്ച് പറയാനായിട്ട്, എന്നെക്കുറിച്ച് ആളുകളോട് സംസാരിക്കാനായിട്ട്, ഞാൻ ആളുകളുടെ ഇടയിൽ നടക്കാനായിട്ട് നിന്നെ തന്നെ നീ എനിക്ക് തരുമോ? നിന്റെ കൈകൾ എനിക്ക് തരുമോ ഞാൻ ആശീർവദിക്കാൻ? നിന്റെ കാലുകൾ എനിക്ക് തരുമോ എനിക്ക് ഭവനം സന്ദർശിക്കാൻ? നിന്റെ അതിരങ്ങൾ എനിക്ക് തരുമോ എന്നെക്കുറിച്ച് പ്രസംഗിക്കാൻ? ഇതാ ചോദ്യം ചോദിക്കുന്നത്. അത് കേൾക്കുന്ന ആ കുഞ്ഞുങ്ങൾ നല്ല ഉള്ളിൽ തട്ടിയ രീതിയിൽ ആ കുഞ്ഞുങ്ങൾ കേട്ടാൽ പോവും. ഒരു സംശയം, ആര് തടഞ്ഞാലും പോകും. അത് മനസ്സിലാക്കണം. അതാ തടയുന്ന ആ പോക്കിനാണ് ദൈവവിളി എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ സംഭവിക്കും. അപ്പം അതുകൊണ്ട് ഊഷ്യ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കും ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ജലം ദേവാലയം മുഴുവൻ നിറഞ്ഞു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീരമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും അവർ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവർ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ.
സൈന്യങ്ങൾ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവരുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങളുകയും ദേവാലയം ധൂമപൂരിതമാകുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്നാൽ ഞാൻ അശുദ്ധമായ അതിരുടെ മധ്യേ വസിക്കുന്നവനാണ്. ഞാൻ അശുദ്ധനാണ്. അതാണ് നിസ്സാരത. ദൈവസാന്നിധ്യ അനുഭവത്തിന് മുമ്പിൽ നിസ്സാരതയും തൻ്റെ അശുദ്ധി അദ്ദേഹത്തിന് അവബോധം ബോധ്യമുണ്ടാകുക. എന്നാൽ സൈന്യകർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിൽ ഒന്നാം ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്ത് പറന്നു വന്നു. അവ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. സുന്ദരമായ അനുഭവം ആലോചിച്ച് നോക്കിയേ. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഒരു മറുപടി, ഒരു വിഷമവും ഇല്ലാതെ, യെരമ്യായെ പോലെയല്ല, മോശയെയും പോലെയല്ല. അവർ മുമ്പ് വിളിച്ചപ്പോൾ അവനെ എതിര് പറയും. ഇവിടെ ഒരു എതിര് പറയുന്നില്ല, ഞാൻ പോകാമെന്നാണ് പറയും. അപ്പം അതുകൊണ്ട് ഏഷ്യായുടെ വിളിയിൽ നാം കാണുന്ന ഒരു പ്രത്യേകത ഇതാണ്. ആരാധന അവസരത്തിലുണ്ടാകുന്ന ദർശനമാണ്, ദൈവാരാധനയുണ്ടാകുന്ന ദർശനമാണത്. അദ്ദേഹം ദേവാലയം, ഞാൻ ആദ്യമേ പറഞ്ഞത് വൈദിക വിളിക്കുള്ള ഏറ്റവും അടിസ്ഥാന സംഗതി അൽത്താര ശുശ്രൂഷയാണ്. അൽത്താര ശുശ്രൂഷ ആത്മാർത്ഥം നടക്കുന്ന കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ ആ വിളി കേൾക്കും. ആ വിളി കേട്ട് കഴിഞ്ഞാൽ അതോടെ പ്രത്യത്തിരിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിലേക്കും തിരിയില്ല. അവർ അതിലൂടെ തന്നെ വളരും. അവരായിരിക്കും നിങ്ങൾ വൈദികരും മെത്രാനൊക്കെ ആയിട്ട് ഭവിക്കുക. അപ്പോൾ ആ വിളിയുണ്ട് എന്ന കാര്യത്തെ സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് അറിഞ്ഞിരിക്കണം. അത് നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അയ്യോ, അങ്ങനെ പോകാൻ പറ്റില്ല, ആ പാടുള്ളൂ, എനിക്കൊരാൺകുട്ടിയുള്ളൂ, അത് അച്ഛനായി പോയി കഴിഞ്ഞാൽ എനിക്കാരുണ്ട് വണ്ടി, എന്തൊരു നല്ലതാണ്. അതായത് നിനക്ക് ഒരെണ്ണം ഉള്ളെങ്കിൽ കല്യാണം കഴിഞ്ഞ് അവനവൻ്റെ ഭാര്യയായിട്ട് അവനോടിക്ക് പോകും, നിന്നെ നോക്കൊന്നുമില്ല. അതേസമയം നിനക്കൊരു വൈദ്യനാണ്, അച്ഛനായിട്ട് വേഗവാനാണെന്നുണ്ടല്ലോ, നീ മരിക്കുന്നവരെ നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാം. അച്ഛൻ വന്ന് നിന്റെ തലപ്പത്ത് കാണും. അത് മനസ്സിലാക്കിയിരിക്കുന്നതല്ല, നമ്മുടെ തലമുറയിൽ നിന്ന് ഈ ചിന്ത വിട്ടുപോയില്ലേ. പണ്ട് കുടുംബത്തിലുണ്ടായിരുന്നില്ലേ ഒരാളെ വൈദികനാകണമെന്ന് പ്രാർത്ഥിക്കുന്ന രീതി, ഒരാളെ സഭയ്ക്ക് കൊടുക്കണമെന്ന് സന്യാസിനെ പ്രാർത്ഥിക്കുന്ന രീതി, അതൊക്കെ വിട്ടുപോയില്ലേ. വിട്ടുപോയതിന് ഫലമായി ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥത. അതേസമയത്ത് തിരിഞ്ഞു നോക്ക്, ഒരു വീട്ടിലൊരു സന്യാസിനി ഉണ്ടെങ്കിൽ എന്തൊരു പ്രാർത്ഥനയുടെ ഫലം അവിടെയുണ്ട്. അപ്പന് വേണ്ടി എന്ത് പ്രാർത്ഥിക്കും. എത്രയോ അപ്പന്മാർ മദ്യപാനം നിർത്തി കന്യാസ്ത്രീ കൊച്ചിൻ്റെ പ്രാർത്ഥന കൊണ്ട് എന്തുമാത്രം നന്മയുണ്ടായി. നാം തിരിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. ദൈവവിളിയെ ഇപ്പം നിരുത്സാഹപ്പെടുത്തുന്ന മാതാപിതാക്കളാണെന്ന് പറഞ്ഞാൽ വഴക്ക് പറയണ്ട, ഇതൊരു ഫാക്റ്റാണ്. കാരണം ഭൗതികമായ ചിന്ത മാത്രം വളർന്നിട്ട് ആത്മീയമായ ചിന്ത നമ്മൾ അകന്നു പോയി. നമ്മൾ ഇവിടെ എന്തോ കൊട്ടാരം കെട്ടിപ്പൊക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം അങ്ങനെയാണ് മക്കളിലേക്ക് അത് പകരുന്നത്. അവസാനമുള്ള എങ്ങും എത്താത്ത സമയത്തിൽ അറ്റായിക്കൊണ്ട് പെട്ടെന്ന് തീരുകയും ചെയ്യും. ജീവിതം മുഴുവൻ പൊടുന്നതിനെ തകർന്നു പോകുന്ന അവസ്ഥയല്ലേ എന്നുള്ളത്. നമുക്ക് മാതാപിതാക്കൾ പരമ്പരാഗതം നൽകപ്പെട്ടിരിക്കും വലിയ ദർശനമുണ്ടത്. അത് ദൈവവിളിയൊക്കെ ദർശനമാണ്. അത് നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല. കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ ഒരു കൊച്ചു വളർന്നു വരുമ്പോൾ ചോദിക്കുമായിരുന്നു. ഇപ്പോൾ ആർക്കും ചോദിക്കാൻ പേടിയാണ്. കാരണം ചോദിക്കാൻ അപ്പോൾ ഒരു വലിയ വിഷമമായി പോയി കഴിഞ്ഞു. എന്നാ പറയാനാ. അപ്പോൾ ഇങ്ങനെ ദർശനങ്ങൾ തോന്നുന്ന 8 അധ്യായങ്ങളാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ പറയുന്നത്. അപ്പോൾ 1 തൊട്ട് 4 വരെ വാക്യങ്ങൾ 6 അധ്യായത്തിൽ അദ്ദേഹത്തെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ പ്രവാചകന്മാർ ഇപ്പോൾ അന്ന് ആദ്യഘട്ടങ്ങളിൽ ഈ വാക്ക്, സെറാഫീം എന്ന വാക്ക് വാസ്തവത്തിൽ അത് ഹീബ്രു ഭാഷയിലെ സെറാഫീം എന്നാണ് പറയുന്നതിനർത്ഥം. അതായത് അവർ ആ വാക്കിൻ്റെ അർത്ഥം ആദ്യഘട്ടത്തിൽ പാമ്പെന്നായിരുന്നു. പാമ്പ്. അതായത് സംഗീത പുസ്തകം 24 അധ്യായത്തിൽ അഗ്നി സർപ്പം അല്ലെ, അഗ്നി പാമ്പ്, അതിൻ്റെ അങ്ങനെ ഒന്ന് കൊത്തി ഒത്തിരി പേര് മരിച്ചു എന്ന് പറയുന്നത് അതിനുപയോഗിച്ചിട്ട് വാക്കാണിത്. പിന്നീട് അത് മാലാഖായിക്കായിട്ട് ഉപയോഗിക്കാമെന്ന് പറയും. അപ്പോൾ അതൊരു ആ വിധത്തിലാണ് അത് രൂപപ്പെട്ട് വന്നത്. അപ്പോൾ ആ മതത്തിൽ അന്ന് ധരിച്ചിരുന്ന അഗ്നിമയന്മാർ, അതാണ് ശ്രാപ്പയന്മാരെന്ന് പറയുന്ന വിഭാഗം, അല്ലെങ്കിൽ സെറാഫി എന്ന് പറയുന്ന സാധനം. അത് പിന്നീട് അത് മനുഷ്യരൂപമുള്ള സ്വർഗവാസികളായിട്ട് രൂപാന്തരപ്പെടുകയാണ് ഉണ്ടാകും. മനുഷ്യൻ രൂപം ഒന്നാം തരം സ്വർഗീയവാസികളായിട്ട് പിന്നീട് കാണും. ചെറുവുണ്ട്, ലൈംഗിക അവയമുണ്ട്, പാദങ്ങളുണ്ട്. വാനാരൂപികൾ ദൈവത്തെ നേരത്തെ നോക്കില്ല, അവരുടെ മുഖം മറച്ചു വയ്ക്കും. 3 പ്രാവശ്യം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആലപിക്കും. സ്വർഗീയ ജീവിതത്തിൻ്റെ ഒരു ആവിഷ്കാരം. ഇത് ലഭിക്കുന്ന അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചിന്ത ദേവാലയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ ദേവാലയത്തിൽ വന്നാലോ ഇതിനെ പരിശുദ്ധൻ 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 ആലപിക്കുന്നത് തന്നെയാണ്. ഈ 3 പ്രാവശ്യം എന്തിനാ ഈ 3 പ്രാവശ്യം പറയുന്നത്? അത് വിശുദ്ധിയുടെ പാരമ്യമാ ദൈവം എന്ന് കാണിക്കാനാണ്. വിശുദ്ധിയുടെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോലെ ചോദിക്കുന്നത് അർത്ഥമില്ല. വിശുദ്ധിയുടെ പാരമ്യമാണെന്ന് കാണിക്കാനാണ് ഇങ്ങനെ 3 പ്രാവശ്യം പറയുന്നത്. ആ സമയത്താണ് മനുഷ്യന് നിസ്സാരത മനസ്സിലാകുന്നത്. നമ്മൾ ദേവാലയത്തിൽ ഇരിക്കുമ്പോഴല്ലേ ദൈവത്തിനുള്ളിലേക്ക് വരുമ്പം നമ്മുടെ ഇല്ലായ്മ നമുക്ക് മനസ്സിലാകുന്നത്. ഈ യെശയ്യായ്ക്ക് വന്നിരിക്കുന്ന ദർശനമൊക്കെ വെറും അസാധാരണ ദർശനമൊന്നുമല്ല, നമുക്കൊക്കെ അനുഭവപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്.
ദേവാലയത്തിൽ വചനം ശരിക്കും ശ്രമിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് സ്വന്തം ഇല്ലായ്മയെക്കുറിച്ച് ബോധ്യം വരും. അപ്പോൾ എന്ത് ചെയ്തു? ആ സമയത്താണ് പെട്ടെന്ന് തമ്പുരാനെ വിളിച്ച് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പം ഇദ്ദേഹത്തിന് അനുഭവപ്പെട്ട എന്താ? അന്നേരമാണ് ദൈവം അദ്ദേഹത്തിന് മനസ്സിലായിക്കൊണ്ടത് അവനെ ജീവിതത്തെ ശുദ്ധീകരിച്ചത്. എന്തുകൊണ്ടാണ്? തീക്കട്ട മാലാഹ കുടിലുകൊണ്ടിരുന്നത്. എന്താ ഈ തീക്കട്ട? പരിശുദ്ധാത്മാവാണ്. നമ്മളെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് ഈ തീക്കട്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ പിന്നീട് വരുന്ന ഭാഗങ്ങൾ നമ്മുടെ ഈ ഭാഗത്ത് ഇല്ലെങ്കിൽ പോലും പറയുന്ന പൊക്കോളാവെന്ന് പറയുന്നത്, ഈ പൊക്കോ, പക്ഷേ നിന്നെ ആരും കേൾക്കില്ല, ഇതാണ് വരാൻ പോകും, നീ ഒരു പരാജയമായിരിക്കും. ദൈവം തന്നെ പറഞ്ഞു വിടുക, നീ പരാജയമായിരിക്കും. അത് പറഞ്ഞാൽ അവരെന്തായാലും കേട്ടാലും കണ്ടാലും മനസ്സിലാക്കിയില്ല, കേട്ടാലും മനസ്സ് തിരിയില്ല, ഹൃദയത്തിൽ വന്നാലും അവർ ഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് അവരുടെ ഹൃദയം കഠിനമാക്കിയിരിക്കും. പക്ഷേ എന്നാലും നീ പൊക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും കേൾക്കും. ഇതില്ലേ പുതിയ നിയമത്തിലെ കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്ന് മനസ്സിലാക്കുകയില്ല, നിങ്ങൾ തീർച്ചയായും കാണും എന്ന് ആഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേട്ടും ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. അപ്പോൾ ചെവിയുണ്ട് പക്ഷേ കേൾക്കുന്നില്ല, കണ്ണ് അത് കണ്ണുണ്ട് പക്ഷേ കാണുന്നില്ല. അതുകൊണ്ട് ആന്തരികമായ ചെവി പറഞ്ഞു വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സംഗതി ഇന്നും നടക്കുന്ന കാര്യം തന്നെയാണ്. അതായത് പ്രവാചകൻ പറയുന്നത് ഈ പൊക്കോ, പക്ഷേ പോയാലും അവർ തന്നെ കേൾക്കുകയില്ല. അതുകൊണ്ട് അതേ സമയത്ത് അവിടെ തന്നെ ഈ പ്രവാചകൻ കുറച്ചുകൂടി കഴിയുമ്പോൾ പറയും, ഒരു ചെറിയ വിഭാഗം കേൾക്കും. സാൽവേഷൻ ഓഫ് ദ റെമനന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു ചെറിയ വിഭാഗത്തിന് ആവശ്യമായ രക്ഷ അവരിലൂടെ ആയിരിക്കും ജനം മുഴുവൻ രക്ഷ പ്രാപിക്കുക. അതായത് എല്ലാവരും നയിച്ചു പോവില്ല. എല്ലാ കാലത്തും കാണും. ഇന്നിപ്പോൾ യൂട്യൂബിലെടുത്ത് നോക്കുമ്പോൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ ഉണ്ട്, വിശ്വാസം എല്ലാം കളഞ്ഞു പിടിച്ചൊന്നുമില്ലാതെ യുക്തിവാദത്തിന് പുറകെ ഒക്കെ പറഞ്ഞു പിടിപ്പിച്ചാലും ശരി, ഈ പറയുന്നത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്ക് തന്നെ തോന്നി ആ പറയുന്ന വിഡ്ഢിത്തമാണ്, പമ്പര വിഡ്ഢിത്തം എന്ന് വിചാരിച്ച് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇങ്ങനെയുള്ള ഈ ഭയങ്കര പ്രചരണത്തിലൂടെ, നിരീശ്വര പ്രചരണത്തിലൂടെയും സഭയെ തെറ്റിദ്ധരി പ്രചരണത്തിലൂടെയും സംഭവിക്കുന്നത് സഭയുള്ള താല്പര്യം വർദ്ധിക്കുകയുള്ളൂ. കാരണം ഇയാൾ പറയുന്നതല്ല പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രായോഗികത കണ്ടുകൊണ്ടിരിക്കുന്നതല്ല. അത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ പറയുന്നത് നുണയാണ്. അപ്പോൾ ഇവന്മാരൊന്നും വിശ്വസിക്കത്തില്ല. അതേമറ്റ് അങ്ങനെയുള്ള ആൾക്കാരുടെ കമ്പനി കിട്ടും. പെട്ടെന്ന് അതിൻ്റെ ഫുഡ് നോട്ട് കാണുമ്പോൾ ഈ അങ്ങനെ പറഞ്ഞ സത്യമാണ്, മുഴുവൻ സത്യമാണ്, പരമസത്യമാണെന്നൊക്കെ പറഞ്ഞ് വരും. അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൊണ്ടാകേണ്ട എല്ലാ കാലത്തും ഒരു അവശിഷ്ട വിഭാഗം തമ്പുരാൻ അവിടെ നിക്ഷേപിച്ചിരിക്കും. എത്രമാത്രം വിശ്വാസം നഷ്ടപ്പെട്ടാലും ഒരിടവയിലായാലും ശരി, എത്ര പേര് നഷ്ടപ്പെട്ടു പോയാലും ശരി, കർത്താവിന് ഒരു അവശിഷ്ട വിഭാഗം അവിടെ ഉണ്ടായിരിക്കും. അതിൽ പെടാൻ ആഗ്രഹിക്കുന്നതാണ് നല്ലത്. അതെപ്പോഴും നല്ലതല്ലേ? അല്ലെങ്കിൽ ഏലി പ്രവാചകൻ ദൈവം പറഞ്ഞതുപോലെ തന്നെ ബാലിൻ്റെ മുമ്പിൽ മുട്ട നടക്കാത്ത 7000 പേരെ ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്, നിന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്ത് നോക്കാൻ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മനോഹരമായ സന്ദേശം മൂന്നാമത്തെ വായിലേക്ക് കടക്കാം. കൊറിന്തോസുകാർക്ക് എഴുതിയ ആ ലേഖനത്തിൽ പൗലോസ്ലിയ അവർക്കിടയിൽ ഭിന്നതയുണ്ടായിരുന്നു. നമുക്കറിയാം കൊറിന്തോസിൻ്റെ സഭ അതാ എന്ത് സഭയാണ്, ധനാഢ്യരാണ്, പണമുള്ള ആൾക്കാർ. അവർ പക്ഷേ അതിൻ്റെ അഹങ്കാരം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അഫ്രോഡിറ്റസ് എന്ന് പറയുന്ന ദേവതയുടെ ക്ഷേത്രത്തിൽ നിന്ന് വന്നവരാണ് ഇവർ. അവിടെ ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇത്തരത്തിലെല്ലാം ജീവിച്ചു പോകുന്നവരെ സംബന്ധിച്ച് ലൈംഗിക ധാർമ്മികതയൊന്നും ശരിയാവില്ല. അവരെ വിളിച്ച് സഭയിൽ കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു വന്നു കഴിയുമ്പോൾ അപ്പസ്തലൻ ഒരു 1.5 വർഷം അവിടെ കൂടെയിരുന്നു. അതിനുശേഷം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ടൊരു പഴയൊക്കെ പൊട്ടി തകരാനായിട്ട് തുടങ്ങി. ഇപ്പം നേതൃത്വത്തിന് വടംവലി ഉണ്ടാകാൻ തുടങ്ങി. ഇങ്ങനെ വലിയ പ്രശ്നമായി. 1 തൊട്ട് 4 അധ്യായങ്ങളാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അധാർമികത കടന്നു വന്നു. വിജാതിയുടെ ഇടയിൽ പോലും കേൾക്കാത്ത അധാർമികരുടെ ഇടയിൽ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു പറഞ്ഞിട്ട് അപ്പസ്തലൻ വഴക്ക് പറയുന്നു. അതങ്ങോട്ട് ഇനി പറയാൻ പോയ എല്ലാ അധ്യായങ്ങൾ ഇതാകാം. ഇതാണ് കൊറിന്തോസിലെ സഭയെന്ന് പറയും. ആ സഭയെ കർത്താവിൻ്റെ മക്കളൊക്കെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ അപ്പസ്തലൻ ജീവത്യാഗം ചെയ്യുന്ന കഷ്ടപ്പാട് നമ്മൾ കാണുന്നത്. അവരാദ്യം ചെയ്തെന്ന് അറിയോ? പഠിപ്പിക്കുകയത് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ആദ്യം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ ധർമ്മത്തിൽ നിങ്ങൾ കൈമാറുന്ന കർത്താവ് ഈശോ ഒറ്റയ്ക്ക് രാത്രി അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് നോക്കിക്കൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നിട്ട് വീണ്ടും പറഞ്ഞു, എന്താ പറഞ്ഞത്? ഭാനപാത്രം എടുത്ത് ആശുപത്രി കൊടുത്തിട്ട് പറഞ്ഞത് അനേകരുടെ പാവമായിട്ട് ചെന്നപ്പോൾ പുതിയ എൻ്റെ രക്തമാവുന്നു, എൻ്റെ ശരീരമാവുന്നു പറഞ്ഞിട്ട് ഈ അപ്പനെ ഭക്ഷിക്കുകയും രക്തപാനം ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണത്തെയാണ് നാം അവിടുത്തെ രണ്ടാമത്തെ വരവ് വരെ പ്രഖ്യാപനം ചെയ്യും. അപ്പോൾ ഈശോയുടെ മരണപ്രഖ്യാപനമാണ് വിശ്വാസത്തിൻ്റെ കാതലെന്ന് പറയും. എന്തീ മരണപ്രഖ്യാപനം? ഈ മരണം വഴി നമ്മളെ വീണ്ടെടുത്തുന്ന, നമ്മൾ പുതിയ സൃഷ്ടിയായെന്ന്, മനം രൂപാന്തരപ്പെട്ടുവെന്ന്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അപ്പോൾ തന്നെ ഇവരെ ഇത് പഠിപ്പിച്ചിട്ട് പറയുന്നു, അതിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, അത് ശ്രദ്ധയില്ലാതെ സഭയുടെ ഉത്കർഷത്തിനായിട്ടാണ് നമ്മൾ ദാനങ്ങൾ ഉപയോഗിക്കേണ്ടത്. ശ്രദ്ധയില്ലാതെ അത് കൈകാര്യം ചെയ്യാൻ പോലെ അവിടെ 12 അധ്യായം 14 അധ്യായങ്ങളും എടുത്ത വിശദീകരണം പറയാൻ സമയമില്ല. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം, ഇവിടെ സഹോദരരെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി ചിന്തിക്കുമെന്നാണ് പറഞ്ഞാൽ തുടങ്ങാം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയൊക്കെ പോകണ്ട. ആ ദൈവവിളി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ വൈദിക സന്യാസ വിളിയല്ല. അവിടെ ഒരു വിശ്വാസിയായി തീരുമ്പോൾ ഉണ്ടാകുന്ന രാജകീയ പുരോഹിത വിളിയാണ്. ആ ദൈവവിളിയൊക്കെ ചിന്തിക്കുവാൻ. ഇപ്പം നമ്മളെ ദൈവവിളി എന്ന് കേൾക്കുമ്പോൾ ഉടനെ വിചാരിക്കുന്നത് ഇങ്ങനെ അച്ഛനാകുമ്പോൾ ഇല്ല വിന്യാസമാകുമ്പോൾ ആ വിളിയാണ്. അതല്ല, ഇത് ദൈവിക വിളിയെ ദൈവജനത്തിൻ്റെ വിളിയാണ്. ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളെ ബുദ്ധിമാന്മാർ അധികമില്ല, അധികമില്ലെന്നാണ് പറയുന്നത്. ഇല്ലാതില്ല, ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലരും അധികമില്ല എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ ആദിമസഭയിൽ ആദ്യം ഉണ്ടായത് മുഴുവൻ വെറും സാധാരണക്കാരാണ്. മറ്റുള്ളവരുണ്ട്, പക്ഷേ അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായി ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ശക്തമായി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് കർത്താവ് കൃത്യമായി ബോധ്യപ്പെടുത്തുക, നിങ്ങൾ ആരുണ്ട് എത്ര വലിയ പണ്ഡിതന്മാരും വലിയ ഭയങ്കര ഉന്നത സ്ഥാനീയരും ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ അധികം ഇല്ലെന്ന് പറയും. അപ്പം എന്തിനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്? കർത്താവിൻ്റെ ജ്ഞാനം എന്നത് പറയിപ്പിക്കാൻ വേണ്ടി, നിലവിലുള്ള നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയും ഇല്ലായ്മയെ തന്നെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിന് തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താ? അത് ഇല്ലായ്മ സൃഷ്ടിക്കുന്നവനാ. നമ്മുടെയൊക്കെ ക്വാളിറ്റിയോ നന്മയോ ഗുണമേന്മയോ കണ്ടുകൊണ്ടല്ല നമ്മളെ തിരഞ്ഞെടുത്തത്. നിസ്സാരമായും എന്നുള്ള ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത്. യേശുക്രിസ്തുവിലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. അതാണ് നമ്മുടെ സോഴ്സ്. എവിടെയാണ്? ജീസസ് ക്രൈസ്റ്റാണ് നമ്മുടെ കർത്താവിൻ്റെ, നമ്മുടെ ഉറവിടം എന്ന് പറയും. അന്നേരം നമ്മൾ വേറൊന്നും തേടിപ്പോകണ്ട. നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടത് അങ്ങോട്ട് മാത്രം തിരിഞ്ഞാൽ മതി. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും കണ്ടോ എത്രയുള്ള കാര്യമാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനമാക്കി, അതുപോലെ തന്നെ നീതിയാക്കി, വിശുദ്ധീകരണമാക്കി, പരിത്രാണവുമാക്കി. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താൽ അഭിമാനിക്കട്ടെ. അത് സുന്ദരമായ വാക്യമാണ്. അഭിമാനിക്കുന്നവൻ കർത്താൽ അഭിമാനിക്കട്ടെ എന്ന് പറയുന്ന ഭാഗം. ഈ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോഴാണ്, കൊറിന്തോസ് സഭയുടെ പശ്ചാത്തലം ധ്യാനിക്കുമ്പോൾ നമ്മുടെ വിളിയെക്കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞ ആ ദൈവജനത്തിൻ്റെ വിളി എത്നിക് കമ്മ്യൂണിറ്റി എന്നതിനേക്കാൾ ഒരു മിഷണറി ഡയമെൻഷനുള്ള ഒരു മിഷണറി കമ്മ്യൂണിറ്റി എന്ന വിളിയിൽ നമ്മുടെ കുടുംബത്തെ രൂപാന്തരപ്പെടുക്കാൻ, സമൂഹത്തെ മാറ്റിയെടുക്കാനുള്ള വിളി, അതിവിടെ നിന്ന് പറയാം. അതുകൊണ്ട് നിങ്ങൾ ദൈവവിളി എന്ന് പറയുമ്പം സമൂഹത്തിൻ്റെ, സഭയുടെ, ജനത്തിൻ്റെ വിളിയായി പറയുന്നത്. അതുകൊണ്ട് നിസ്സാരവും അവഗണിക്കപ്പെട്ടവരെ കർത്താവ് തിരഞ്ഞെടുത്തെന്നും നിങ്ങളാരും വലിയവരായിട്ട് കണക്കാക്കപ്പെടേണ്ട. ഇപ്പം ആദിമസഭയിൽ ഏറിയ പങ്ക് ഇങ്ങനെ താഴെത്തട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പം ഭൂരിപക്ഷമുള്ള ആൾക്കാർ എന്ന് പറയുന്നത് വളരെ ദരിദ്രരും പാവപ്പെട്ടവരും സാധാരണക്കാരുമായിരുന്നുവെങ്കിൽ വലിയ സമ്പന്മാരെന്ന് പറയാൻ അമ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു, സമ്പത്തുള്ളവർ. അതുകൊണ്ട് നിക്കോദെമോസൊക്കെ വലിയ പണക്കാരായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികവും പദവിയും അല്ല പ്രധാനപ്പെട്ട കാര്യം, രക്ഷയാണ് പ്രധാനപ്പെട്ട കാര്യം. നിസാരമായവയും അവഗണിക്കപ്പെട്ട ഇല്ലായ്മയും ദൈവം തിരഞ്ഞെടുത്തിട്ട് ദൈവത്തിൻ്റെ മഹനീയ പ്രവൃത്തിയുടെ വൈഭവം പ്രകടമാക്കി. ഇതാണ് കാണുന്ന പ്രധാനപ്പെട്ട കാര്യം. അവൻ്റെ ബലഹീനതയെ ദൈവം ശക്തിപ്പെടുത്തി, അല്ലെങ്കിൽ അതിൻ്റെ അഹങ്കാരം നമ്മൾ ഉളവാകാതിരിക്കാൻ വേണ്ടി. കൊറിന്തോസുകാരുടെ പ്രത്യേകതയായിരുന്നു, അഹങ്കാരികളായിരുന്നു. അതുകൊണ്ട് നമുക്ക് പ്രത്യേക മേന്മയില്ല എന്ന കാര്യം നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമ്മുടെ വിളിയുടെ ഉറവിടം ഈശോമിശിഹായാണെങ്കിൽ അവിടെയാണ് നമ്മുടെ ജ്ഞാനം, അവനാണ് നമ്മുടെ നീതി, അവനാണ് നമ്മുടെ വിശുദ്ധീകരണം, നമ്മുടെ പരിത്രാണ് അവിടുന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ജ്ഞാനം എന്താണ്? കുരിശാണ്. കുരിശിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യം പറയാം, നമുക്ക് അറിയാൻ നേരമില്ല. കുരിശെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിക്കേണ്ട സംഗതിയൊന്നുമില്ല. കുരിശ് എന്താ? നമ്മളെ വീണ്ടെടുത്ത അതിൻ്റെ അടയാളമാണ്. കർത്താവിനെ സ്വന്തമാക്കി, നമ്മളെ സ്വന്തമാക്കി ദൈവപുത്രന്മാരാക്കി മാറ്റിയതാണ് ഈ കുരിശെന്ന് പറയുന്ന സംഗതി. അവിടെ ജ്ഞാനം എന്ന് പറയുന്ന സത്യമൊക്കെ ഓൾഡ് ടെസ്റ്റ്മെന്റ് വ്യക്തി, അനീതിയൊക്കെ വ്യക്തിയായിട്ട് കണക്കാം, ദൈവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉടമ്പടിയുടെ മക്കളാണ്. ദൈവം നീതിമാനാണ്, ദൈവം നന്മ പ്രവർത്തിക്കാൻ ദൈവം. അതുകൊണ്ട് തന്നെ മക്കൾ അങ്ങനെ ആകണം, ദൈവം ആഗ്രഹിക്കണം. സ്വർഗസ്നായ പിതാ പരിശുദ്ധനായിരിക്കും, നിങ്ങളും പരിശുദ്ധരായിരിക്കുകയും പുതിയ സൃഷ്ടിയാണ്. അപ്പം അതുകൊണ്ട് ദൈവം നമ്മളെ പഴയ സഹവാസത്തിലേക്ക് കൊണ്ടുപോയി. ആദം ആ സഹവാസം നശിപ്പിച്ച് പൊട്ടി ബന്ധം നശിപ്പിച്ചുകൊണ്ട് കർത്താവ് തിരിച്ചു കൊണ്ടുവന്നു. അതാണ് സുവിശേഷം. ആ സ്നേഹവും ആ കൃപയും ആ കരുണയും. അപ്പം അതിനോട് ചെന്ന് പോകുന്നതാണ്. അപ്പം വേർതിരിക്കപ്പെടുക നമ്മളവിടെ. അപ്പോൾ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് പണം കൊടുത്തുള്ള വീണ്ടെടുപ്പ്, രണ്ട് പകരുന്നുള്ള വീണ്ടെടുപ്പ്. പണം കൊടുത്തുള്ള വീണ്ടെടുപ്പല്ല കർത്താവ് നടത്തിയത്, പകരുന്നുള്ള വീണ്ടെടുപ്പ് നടത്തിയത്. നമുക്ക് വേണ്ടി അവിടുന്ന് പകരം നിന്നു. അപ്പോൾ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി ചേർന്ന് തമ്പുരാൻ നമ്മളെ തമ്പുരാനോട് ചേർത്തു. അതുകൊണ്ടാണ് അവിടെ ഭിന്നതയുണ്ടാകുന്നത്. തമ്പുരാൻ ദുഃഖകരമായ കാര്യം. നിങ്ങൾ ഒന്നായി. കൊറിന്തോസ് സഭയിൽ ഭിന്നതയുണ്ടായിരുന്നു, 4 ഗ്രൂപ്പുകളുണ്ടായി. അതുകൊണ്ട് കുറേ പേരെ ഞങ്ങൾ
അപ്പോളോടെയാണ് കുറേ പേര്, പത്രോസിൻ്റെയാണ്, കുറേ പേര് ക്രിസ്തുവിൻ്റെ എന്ന് പറഞ്ഞ് വേർതിരിഞ്ഞിരുന്നു, കുറേ പേര് പൗലോസിൻ്റെയാണ്. അപ്പം 4 ഗ്രൂപ്പുകളിവിടെ ഉണ്ടായിരുന്നു. ഒന്നും വേണ്ട, ഭിന്നത വേണ്ടെന്ന് അദ്ദേഹം പറയുക. അതുകൊണ്ട് ഈ അപമാനവും മരണവും ഒക്കെയാണ് കർത്താവ് നമുക്കായിട്ട് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞതിന് ശേഷം സുവിശേഷത്തിലേക്ക് കടക്കാം. അതുകൊണ്ടാണ് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുകയും വേലക്കാരെ അയക്കാൻ, വിളവധികം വേലക്കാർ ചുരുക്കം. 2-3 സംഭവങ്ങൾ ഒന്നിച്ച് ചേർത്താണ് പറഞ്ഞു വന്നിരിക്കുന്നത്. ഈ 3 സംഭവങ്ങളും പറഞ്ഞാൽ പിമ്പുള്ള സംഭവങ്ങൾ. ഒന്ന് രക്തസ്രാവക്കാരുടെ കാര്യം, രണ്ടാമത് ഭരണാധികാരിയുടെ മകളുടെ കാര്യമാണ്. ഈ രണ്ടിടത്തും കർത്താവ് ഊന്നിയ ഒറ്റ കാര്യമാണ് വിശ്വാസം. നീ വിശ്വസിക്കുന്നത് എനിക്ക് ഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ വിഷയവും. പ്രമേയം വിശ്വാസമാണ്. ഇവിടെ സംഭവിക്കാൻ പോകുന്ന 2-3 കാര്യങ്ങളുണ്ട്. അത് അന്തർക്ക് കാറ്റ് നൽകുന്നതല്ല, ഒരു ഊമനെ സുഖപ്പെടുത്തുകയും അതിനുശേഷം ഈശോ അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അപ്പം അങ്ങനെയുള്ള ചില കാര്യം നടക്കുമ്പോൾ ഓരോന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വാസം എന്ന് പറയുന്ന കാര്യത്തെ കർത്താവ് ഊന്നി പറയുന്ന ഭാഗമാണിത്. അന്തർക്ക് കാഴ്ച. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പം 2 അന്ധന്മാർ ദാവീദിൻ്റെ പുത്രൻ ഞങ്ങളുടെ കനിയണമേ എന്ന് കരഞ്ഞ് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ദാവീദിൻ്റെ പുത്രനെന്ന് വിളിക്കുക. ഇപ്പം അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ രക്ഷകനാണ് എന്നവർക്കറിയാമായിരുന്നു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു ഈശോയോട് ചോദിച്ചു, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നീ വിശ്വസിക്കുന്നു, നിനക്ക് എനിക്കിത് ചെയ്യാൻ കഴിയും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? കർത്താവേയും എന്ന മറുപടി പറയും. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് കണ്ണുകൾ തുറന്നു. ഇതാരും അറിയരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു. ഇതാണ് വിശ്വസിക്കുന്നവർ ഭവിക്കട്ടെ എന്നാണ് പറയും. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ചുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത്? പിന്നെ ആരോടും പറയുമെന്ന് പറയാൻ കാരണം കർത്താവ് യേശു എന്ന് പറയുന്നത് ഈശോ മിശിഹായായിട്ട് വന്നിരിക്കുന്ന ആളാണ്. അപ്പം അവിടുന്ന് മിശിഹായാകുന്നത് കുരിശുമരണത്തിലൂടെയാണ്. അപ്പോഴാണ് യഥാർത്ഥ മിശിഹ വെളിപ്പെടുന്നത്. അതുവരെയും മിശിഹ എന്ന് പറഞ്ഞാൽ അവർ ധരിക്കാൻ പോകുന്നത് രാജകീയമായിട്ട് ദാവീദിനെ പോലെ രാജാവായിട്ട് റോമാ ചക്രത്തെ കീഴിൽ നമ്മൾ സ്വതന്ത്രമാക്കാൻ പോകുന്ന ഭൗതിക സാമ്രാട്ടാണ് ധരിക്കും. അതുകൊണ്ടാണ് ആരോടും പറയരുതെന്ന് ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞു. ഇപ്പം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മിശിഹാണ് നിങ്ങൾ ആരോടും പറയേണ്ട. സമ്രാക്കാർ സ്ത്രീയുടെ മുമ്പിൽ കൃത്യമായിട്ട് പറയാൻ മിശിഹ ആണെന്ന്. അപ്പം അതൊരു അവ പോയിക്കഴിഞ്ഞപ്പോൾ പിശാച് ബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ പിശാചിനെ പുറത്താക്കി. അപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ഞങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഫരിസേയർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുകൾ വിസ്തരിക്കും. രണ്ടാമത്തെ സംഭവം അതും വിശ്വാസം തന്നെയാണ്. ഉള്ള കർത്താവിനെ പിശാചിനെ കൊണ്ടുവന്നവനെ ഇറക്കി കഴിയുമ്പോൾ അവൻ സംസാരിച്ച് കഴിയുമ്പോൾ അവിടെ സംഗതിയെ അവിശ്വാസം എടുത്ത് പറയും. ജനം പറയുന്നു ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ല പറയാം. അന്തിച്ച് അത്ഭുതപ്പെട്ട് കർത്താവിലുള്ള വിശ്വാസത്തിലേക്ക് വരുമ്പം അപ്പുറം നിന്നുകൊണ്ട് ഈ യഹൂദ പരിസര നേതാക്കന്മാർ പറയുന്നു, ഇല്ല, ഇവൻ പിശാചിക്കളുടെ തലവനേക്കാണ് പിശാചിനെ ബഹിഷ്കരിക്കും. ആലോചിച്ച് നോക്കി, എന്തൊരു മണ്ടത്തിലാണ് പറയുന്നത്. കർത്താവിനെ ചോദിക്കില്ലേ, ഒരുവൻ തൻ്റെ ഭവനത്തിനെതിരായി പറഞ്ഞാൽ അത് ഭിന്നതയുണ്ടാകില്ലേ? പിശാചിന് ഭവനത്തിനെതിരായി എങ്ങനെ വെക്കുന്നു? അപ്പോൾ അതുകൊണ്ട് യേശു അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചും രാജ്യത്തിന് സുവിശേഷം പ്രസംഗിച്ചും എല്ലാവരും വ്യാധിയും സുഖപ്പെടുത്തുകയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈശോ ചെയ്തതിൻ്റെ തുടർച്ചയായി ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ഈശോ ചെയ്തത്? രാജ്യത്തിൽ സുവിശേഷം പ്രസംഗിച്ചു. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ സുവിശേഷം പ്രസംഗിക്കാൻ അറിയുന്നത് കരിസ്മാറ്റിക് പ്രീച്ചേഴ്സ് മാത്രം പ്രസംഗിച്ചാൽ പോരാ. കുടുംബങ്ങളിൽ പ്രസംഗിക്കണം, വ്യക്തികൾ പ്രസംഗിക്കണം, സുവിശേഷം അറിയിക്കണം. ഈ പ്രസംഗം പീഠത്തിൽ നിന്നുകൊണ്ട് മൈതാനങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം മാത്രമല്ല പ്രസംഗം എന്ന് പറയും. അത് കർത്താവിനെ എടുത്ത് ഉദ്ഘോഷിച്ച് കർത്താൻ സാക്ഷ്യം വഹിക്കുന്ന പ്രസംഗം എന്ന് പറയും. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണം. എല്ലാ രോഗങ്ങളും വ്യാധിയും സുഖപ്പെടും. നമ്മൾ ഗൗരവമായ ഒരു രോഗിയുടെ അടുത്ത് ചെയ്യുന്ന ശാന്തമായ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് കൈകൾ നീട്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ സുഖപ്പെടും. അത് സൗഖ്യം പ്രദാനം ചെയ്യും. അല്ലെങ്കിൽ തന്നെ ആ ഭൗമികമായ രോഗം ആകത്ത് ആന്തരിക സമാധാനം ശാന്തി ഉണ്ടാകും. ഇത് അനുഭവമല്ലേ? അത് സന്തോഷത്തോടെ വ്യാപരിക്കാൻ മനുഷ്യൻ. അദ്ദേഹം മരിക്കുവാണെങ്കിൽ പുഞ്ചരിച്ചു എന്ന് മരിക്കും. അതുകൊണ്ടാണ് സൗഖ്യം നൽകണം. എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു പറയും. നമ്മൾ ചുറ്റിരിക്കണം. നമ്മൾ ഓർത്തിരുന്നാൽ പോരാ, സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കണം. അപ്പോൾ എന്നിട്ട് പറയുക, ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് ഒരാൾ അനുകമ്പ തോന്നി. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവിടെ അനുകമ്പ തോന്നി. അനുകമ്പ തോന്നാൻ കാര്യം എന്നാ? ഇടയനില്ല. അതുകൊണ്ട് അനുകമ്പ തോന്നിയത്. ഇങ്ങനെ ചെതറി നടക്കുക. അനുകമ്പ തോന്നി. അതിൽ ഇടയില്ലാത്ത ആളുകളെ പോലെ അവര് നിസ്സഹായരായിരുന്നു, പരിഭ്രാന്തരായിരുന്നു. അവർ ശിഷ്യന്മാരോട് പറഞ്ഞു,
അവൻ ശിഷ്യന്മാരോട് പറയും, പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇതാ വിളവധികം, വേലക്കാരെ ചുരുക്കം. എന്തിനാണ് വിളവധികം എന്ന് പറയുന്നത്? ഈ പാവങ്ങൾ ഇങ്ങനെ നടക്കുക, ആ വിളവ് വേലക്കാരാരാ? അവർ കുറേ നേരം സുവിശേഷം അറിയിക്കേണ്ടവരാ, അങ്ങനെയുള്ളൊരു ചുരുക്കമാണ്. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥൻ പ്രാർത്ഥിക്കും. അടിസ്ഥാന ആരാ? പിതാവാണ്. പിതാവിനോട് പറയാൻ, പ്രാർത്ഥിക്കാനാ പറയാം. ദൈവവിളി ഉണ്ടാകാൻ പിതാവിനോട് പ്രാർത്ഥിക്കണം, അതാ പറഞ്ഞിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. രണ്ട് സംഭവങ്ങൾ, പഴയ രണ്ട് സംഭവങ്ങൾ തുടർച്ചയാണ്. പഴയ രക്തസ്രാവക്കാരുടെ കാര്യത്തിലാണ് സൗഖ്യപ്പെട്ടത്. അതോട് ചേർന്ന് പോകുന്ന ഭരണകർത്താവിൻ്റെ മകളെ ഭർത്താവ് ഉയർപ്പിച്ചത്, ആ കാലിൻ്റെ തുടർച്ചയാണ്. വിശ്വസിക്കുന്നയാളിനെ കർത്താവ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുക. അതുകൊണ്ട് കർത്താവ് തിരക്കി, വിശ്വാസം ഉണ്ടോ ഇല്ലെന്ന് വളരെ കൃത്യമായി തിരക്കിയിട്ടാണ് ഇവന് ദാവീദിന്റെ പുത്രൻ ഹോശാന എന്ന് പറഞ്ഞു. ആ ദാവീദിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ അവരുടെ ഉള്ളിൽ അത് കിടപ്പുണ്ട്. എന്താ? വളരെ കൃത്യമായിട്ട് 2 സാമുവേലിന്റെ 7:12 പറയുന്നു, നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം സുസ്ഥിരമാക്കും. ദാവീദിനോട് നാത്താൻ വഴി പ്രവചിച്ചതാണ്. നിന്റെ ഔരസപുത്രൻ എന്ന് പറയാൻ ദാവീദിന്റെ പുത്രൻ ഉണ്ടാകുമെന്ന് അവിടെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന. അതുകൊണ്ട് വംശാവലി, മത്തായിയുടെ വംശാവലിയുടെ ആദ്യം തന്നെ എന്നാ പറഞ്ഞു? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി പറയും. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഈശോ ദാവീദിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, പ്രവചനങ്ങൾ പൂർത്തീകരണമാണ്. അപ്പൊ അതുകൊണ്ട് അന്ധനെ കാഴ്ച നൽകുന്നു, കുരുടന് കാഴ്ച നൽകുന്നു. അതൊക്കെ കർത്താവിൻ്റെ അല്ലെങ്കിൽ മിശിഹായുടെ കാലഘട്ടത്തിന് അടയാളങ്ങളായിട്ട് യേശയ്യ പറയുന്നുണ്ട്, പല അധ്യായങ്ങളും പറയുന്നുണ്ട്. അതുപോലെ ആത്മീയമായ അന്ധകാരം, യോഹന്നാൻ 9:39 പറഞ്ഞ്, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കും. കർത്താവിനെ എടുത്തു പറയുന്ന കാര്യമാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് സംസാരശക്തി കൊടുക്കുന്ന അടുത്ത സംഭവം, ഊമന് സംസാരശക്തി കൊടുക്കുന്നു. ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ലെന്ന് അവർ പറയുന്നു. അപ്പോൾ രക്ഷകന്റെ മഹത്വം അവർ കണ്ടില്ല. അവരെ കണ്ണ് തുറന്നായിരുന്നു, പക്ഷേ രക്ഷകന്റെ മഹത്വം കണ്ടില്ല. പകരം പിശാചിന്റെ തലവനെയാണ് കണ്ടത്. അപ്പം അങ്ങനെ കാണുന്നുണ്ട്. ഇപ്പം സത്യം കാണാൻ പറ്റില്ല, അതുകൊണ്ട് പിശാചിന്റെ തലവനാ. സഭയിലേക്ക് നോക്കിയിട്ട് സഭയിൽ ഒരു നന്മയും കാണാൻ മനുഷ്യരുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ യൂട്യൂബിലൂടെയൊക്കെ പറഞ്ഞ ഇത്രയും നന്മ ചെയ്യുന്ന സംഭവം വേറെ എവിടെയായിരിക്കും? ഇത്രയും പാവങ്ങൾക്ക് നന്മ ചെയ്യുന്ന എവിടെയായിരിക്കുന്നേ? ഇത്രയും പാവം കൂടി ജീവൻ ത്യജിക്കുന്നത്. സ്റ്റാൻ സ്വാമി കേട്ടില്ലേ? നമ്മൾ ജീവൻ ത്യജിച്ചില്ലേ ആ മനുഷ്യൻ? വാസ്തവത്തിൽ എന്തിനാ? അദ്ദേഹത്തെ ഇല്ലാണ്ടാക്കണം. കാരണം ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത്. അതിന് മാവോയിസം ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ കമ്പ്യൂട്ടറിനകത്ത് അദ്ദേഹം അറിയാതെ തന്നെ എന്തെങ്കിലും മാറ്റടിച്ച് കയറ്റിയിട്ട് രാജ്യദ്രോഹിയാക്കി നിർത്തിയിട്ട് ബന്ധവസ്ഥനാക്കി അവസാനം മരിച്ചില്ലേ? ഈ സംഭവം എന്നും തുറന്നുകൊണ്ടിരിക്കുക, എന്നും തുറന്നുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാ കാലം തുറന്നുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് അവർ സഭയിൽ കാണുന്നത് പിശാചിൻ്റെ തലവനെയാണ്. അപ്പം എന്നാ ചെയ്യാനാ? അങ്ങനെയുള്ളൊരു തിരിച്ചടിക്കുണ്ടാവും. അത് കാലഘട്ടം നമ്മൾ നോക്കിയിരുന്നാൽ മതി. സഭയെ തകർക്കാൻ ശ്രമിക്കുന്നവൻ തകർന്നിട്ടുള്ളതല്ലാതെ. ഇപ്പം കണ്ടില്ലേ, സഭയെ തകർത്ത് മറ്റൊരു വ്യവസ്ഥിതി ഉണ്ടായിടത്തൊക്കെ അടിയിൽ നിന്ന് ഇളകിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ശിഷ്യരോട് ലോകമെങ്ങും പോകാനാ പറയും. അതായത് കർത്താവിൻ്റെ ഈ സുവിശേഷം പ്രസംഗിച്ച് ലോകമെങ്ങും പോകാൻ. എന്നിട്ട് ഈശോയുടെ ശാരീരിക അസാന്നിധ്യത്തെ നമ്മുടെ സാന്നിധ്യം കൊണ്ടാണ് നിരപ്പാക്കേണ്ടത്. അപ്പം എന്നിട്ട് ചെയ്യണം? ഒരുവരും രക്ഷയില്ല, വേറൊരു ദൗത്യവും നമുക്ക് ഇല്ലതാനും. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് കർത്താവിന് അനുകമ്പ തോന്നി. എന്തുകൊണ്ടാണ് അനുകമ്പ തോന്നിയേ? ഇടയന്മാരില്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് ഈശോയ്ക്ക് അനുകമ്പ തോന്നി. ഇത് നമുക്കറിയാം. എസെക്കിയേലിനാണ് ഏറ്റവും ഗട്ടിയായിട്ട് പറഞ്ഞ ഇടയന്മാർക്കെതിരായിട്ട് എന്താ പറയുന്നത്? ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതമെന്ന് പറയാം, തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതം. എസെക്കിയേൽ 34:2. തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാരെ ഞങ്ങൾക്ക് ദുരിതം. ഇങ്ങനെ വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വൈദികരെ വിമർശിക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. തങ്ങളെ തന്നെ പോറ്റുന്നതായിട്ട് കണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിമർശിക്കണം. ഈടെ എസെക്കിയേൽ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷേ കാണുന്നവരെല്ലാം അങ്ങനെയാണെന്ന് പറഞ്ഞ് പിടിപ്പിച്ച് അങ്ങനെ ശരിയാകും. അതുകൊണ്ട് തങ്ങളെ തന്നെ പോറ്റുന്ന ഇടയന്മാർ. അതുകൊണ്ട് ഇന്ന് ഈ വൈദികരെ വിമർശിക്കുന്നവരെ ഒരു കാര്യം, നിങ്ങളെക്കാളൊക്കെ വളരെ ഭംഗിയായിട്ട് പ്രവാചകന്മാർ ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വിമർശനം കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരിയൊന്നുമില്ല. അതുകൊണ്ട് ഒന്നും മിണ്ടാത്ത. അതുകൊണ്ട് വീണ്ടും പറയുക, അവരെ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വയ്ക്കുന്നവരാണ്, സഹായിക്കാൻ തയ്യാറാ ഒരു പേരും എടുക്കുന്നില്ല. അതായത് 23:24 എസെക്കിയേൽ പറയുക, ഭാരമുള്ള ചുമട് വെച്ച് കിട്ടും. ഇന്നത്തെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അന്നത്തെ സാഹചര്യം എന്ന് നമുക്കറിയാം. എൻ്റെ രീതിയായിരുന്നു, ഒരു ബിസിനസ്സായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഭയങ്കര ബിസിനസ്. ഇന്നും പറഞ്ഞ ബിസിനസ്സാണ്. അന്നത്തെ ബിസിനസ് ഒന്നുമല്ല ഇന്ന് നടക്കുന്നത് കേട്ടോ, മനസ്സിലാക്കുന്നത് നല്ലതാണ്. അന്ന് പക്ക ബിസിനസ്സായിരുന്നു. പ്രധാനാചാര്യൻ്റെ വകയായിരുന്നു ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും.
ഈ ലക്ഷക്കണക്കിന് ആളുകളെയൊക്കെ ബലിയർപ്പിക്കുമ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് കൃത്രിമത്വം ഉണ്ടായിരുന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അന്നത്തുള്ള പുരോഹിതന്മാരെയാണ് എടുത്ത് പറയുന്നത്. അതുകൊണ്ട് യേശു തൻ്റെ ഇടയ ദൗത്യം ഏറ്റെടുത്താൻ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അത് ഭാരമുള്ള ചൂട്. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ ഈ ആളുകൾക്ക് ഇടയ ദൗത്യം നിർവഹിച്ച് കൊടുക്കണം. അതുകൊണ്ട് വിളവെടുപ്പ് എന്ന് പറയുന്നത് അത് പ്രധാന മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഈ വിളവെടുപ്പ് എന്ന് പറയുന്നത് അത് അന്ത്യവിധിയുടെ കൂടി പ്രതീകമാണ്. അതായത് എസ്കറ്റോളജിക്കലാണ്. അതുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഒരുക്കേണ്ടത്? വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ അന്ത്യവിധിക്കായിട്ട് ഒരുക്കേണ്ടതാണ്. അപ്പോൾ ഇതേ ആശയം തന്നെ മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം യുഗാന്ത്യോന്മുഖമായിരിക്കണം. നമ്മൾ ഈ ഭൂമിയിലെ നന്മ കൊണ്ടല്ല പ്രവർത്തിക്കും. നമ്മൾ ഇവിടെ കെട്ടിപ്പോകാൻ വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. നമ്മൾ പ്രവർത്തിക്കുന്നത് യുഗാന്ത്യോന്മുഖമായി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഒരുക്കപ്പെട്ട ഒരു സമൂഹത്തെ കർത്താവിന് മണവാട്ടിയായിട്ട് നൽകാൻ വേണ്ടി. ഒരുക്കപ്പെട്ട സമൂഹത്തെ കർത്താവ് തന്നോട് ചേർക്കുന്ന അവരെയാണ്. പുതിയ സ്നേഹം, പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ ജെറുസലേം എന്നൊക്കെ നമ്മൾ വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് അതാണ്. മാനസാന്തപ്പെടുന്ന സമൂഹം. ഇപ്പം ദൈവത്തിൻ്റെ ഹിതപ്രകാരം സുവിശേഷ പ്രവർത്തനം നടക്കണം. അപ്പം അതുകൊണ്ട് നാഥാൻ അന്ന് പ്രവചിച്ച സംഗതി ആ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ പിതാവിൻ്റെ ഉത്തരം വിളവിൻ്റെ നാഥൻ പിതാവ്. വിളവിനാൾ പ്രാർത്ഥിക്കാൻ പറയും. ഇവിടെ സമാപിപ്പിക്കേണ്ട ചിന്തകൾ വളരെ ഗൗരവമായി ശ്രീഹാകാലത്തിൻ്റെ 6ാമത്തെ ഞായറാഴ്ച ദൈവ വിളിയെക്കുറിച്ച് നമ്മുടെ വചനങ്ങളിലൂടെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ ഇടയാകട്ടെ. നമുക്ക് ലഭിക്കുമായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയനുസരിച്ച് ആ ചൈതന്യം, പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ചൈതന്യം നമ്മൾ വ്യക്തികളിലും നമ്മുടെ സഭാസമൂഹങ്ങളിലും വളരുന്നതിനായിട്ട് നമ്മെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.